അതാണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വ്യത്യാസം. ജ്യൂസ് വേൾഡ്, ടെക് ട്രാവൽ, ഈറ്റ് ആൻഡ് സഫാരി ചാനൽ മാത്രമാണ് എൻ്റെ വാച്ചിങ് പ്ലേലിസ്റ്റ്. ഒരു ഒറ്റ പൈസ വരുമാനമില്ലാണ്ട് എത്ര കൊല്ലം ഞങ്ങൾ ജീവിച്ചു പോയി. അതിലും ഭാര്യ പണിയെടുക്കും, ഭർത്താവ് പിന്നിക്കൂടെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ 37,000 രൂപയ്ക്ക് എത്ര തേങ്ങ വാങ്ങായിരുന്നു. ശോഭനയെ പോലുള്ള ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. ജൂനെ അയ്യോ വേനെടുത്താ, എനിക്ക് നിങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ആരും ഇഷ്ടമല്ല. ആർക്കും ഒന്നും തോന്നണ്ട. സരിതാ എന്തൊരു സുഖ. ഭർത്താവ് പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന സ്ത്രീകളെ എന്തെന്ന് വിളിക്കണ്ടേന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ. എന്നാ ഞാൻ ഒരു സത്യം പറയാം, എനിക്കത് ഓർമ്മയില്ല. എനിക്കായി കുറ്റം അല്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ഇടാൻ തീരുമാനിച്ചു ഞങ്ങള്. നല്ല മഴയാണ്, മഴയത്ത് പുറത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഏത് നിമിഷം മഴ പെയ്യാം, മഴ പെയ്ത് കഴിഞ്ഞ് നമുക്ക് എടുത്തുകൊണ്ട് ഓടാം. ബാക്കിലാണെങ്കിൽ കുടില് പോയിട്ടിരുന്നാ മതി, സുഖ. സാരല്ലേ, നീ ഫ്രണ്ടിലല്ലേ. നമ്മള് മറ്റേ റോന്ത് സിനിമ കാണാൻ പോകുമ്പോ ഞാനിട്ട ചുരിദാർ ഇതായിരുന്നു. അപ്പൊ അതില് സിനിമയുടെ റിവ്യൂവിനെ കുറിച്ചിട്ടോ സിനിമേനെ കുറിച്ചിട്ടല്ല, എന്റെ ചുരിദാറിനെ കുറിച്ചിട്ടാ കമന്റ്സ് മൊത്തം. ഇത് ഭയങ്കര ഇഷ്ടമായി, ഇത് എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട്. ഇത് എജിയോന്ന് എടുത്തതാണ് കേട്ടാ. ഇതെനിക്ക് പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കണത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതിൽ റെക്കമെൻഡേഷൻ ആയിട്ട് ഇങ്ങനെ വരില്ലോ തന്നെ. അങ്ങനെ വന്നപ്പോൾ ഉണ്ട് ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പിളി പോലത്തെ ഇത്തിരി കട്ടി കൂടുതലുള്ള ഇതിൻ്റെ കുറേ എണ്ണം. ഭയങ്കര ഓഫർ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് 75% കൂടെ ഓഫർ. MRPനേക്കാളും ഭയങ്കര റേറ്റ് കുറഞ്ഞു. 300-400 റേഞ്ചിൽ ഡ്രസ്സ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാട്ടാ. അപ്പം ഞാനൊരു 5-6 ഒരുമിച്ച് ഓർഡർ ചെയ്തു. എന്നിട്ട് വന്നപ്പോൾ ഒക്കെ മീഡിയം സൈസ് ഓർഡർ ചെയ്തത്. വന്നപ്പോൾ ഒക്കെ ഭയങ്കര വലുത്. അതിലത്തെ 2-3 ഒഴിച്ചൊരു ബാക്കിയൊക്കെ ഞാൻ റിട്ടേൺ ചെയ്തു. ഇതും പിന്നെ ഒരു റെഡ് ഉണ്ട്, ഞാനിങ്ങനെ ഒരു കോട്ട് പോലത്തെ. ഇതൊക്കെ കുറേ നാളെ മുന്നിടാറുണ്ട്, പക്ഷെ ഇപ്പോഴാണ് കാണണേന്ന് തോന്നുന്നു. അപ്പം എജിയോന്ന് എടുത്തതാണ് ഇട്ടത്. ആളുകൾക്ക് എൻ്റെ ഡ്രസ്സിലൊരു താല്പര്യമില്ല. അതാരും പറയുന്നത് ഇല്ലല്ലോ. ചേട്ടൻ കമൻറ്റ് വരാറുണ്ട്. കഴിഞ്ഞ കമൻറ്റ് വായനയിലത്തെ 2-3 എടുത്തിട്ടാ. ഷേർലി രവീന്ദ്രൻ, ഇന്ന് അജുവിൻ്റെ സരിതയുടെയും ഡ്രസ്സിൻ്റെ കളർ സൂപ്പർ. എന്നിട്ടായിരുന്നു നമ്മുടെ കളർ ഡ്രസ്സിൻ്റെ. രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സരിതയുടെ ഹെയർ സ്റ്റൈലും വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ കമൻറ്റ് വായിക്കാറില്ല, എങ്കിലും പ്രതികരണം പരിപാടി കാണും. ഇപ്പൊ ചേച്ചിക്ക് സമാധാനമായല്ലോ. വിനീത ചന്ദ്രൻ, അജു സരിത, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്. സുരാജ് പറയുന്ന ഭാഷയല്ല തിരുവനന്തപുരത്തുകാർ സംസാരിക്കുന്നത്. സുരാജ് കളിയാക്കി പറയുന്നതായിരിക്കും. എൻ്റെ കമൻറ്റ് നിങ്ങൾ ഇതുവരെയും വായിച്ചിട്ടില്ല, അതിനാൽ ഞാൻ പിണക്കമാണ്. എങ്കിലും വീഡിയോ കാണും കേട്ടോ. ഇപ്പൊ പിണക്കം മാറിയില്ലേ? അടുത്തത് ദേവി നാരായണൻ, ഹായ് അജു സരിത ജഗ്മോ, നമസ്കാരം. ഇന്നത്തെ പ്രതികരണം പരിപാടി സൂപ്പർ. രണ്ടാളുടെയും ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. തട്ടിക്കൂട്ട് വഴുതനങ്ങക്കറി സൂപ്പർ. ചാണകം പീസായി മുറിച്ചെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച് മതിയായി. സരിത പറഞ്ഞില്ലേ ഇനി അടുത്ത മഴക്കാലത്തിന് ഇനി ചാണകം അടിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് എല്ലാം കേൾക്കാൻ നല്ല രസമാണ്. സിനിമ ഡയലോഗെല്ലാം എത്ര ഓർമ്മ വെച്ചാണ് നിങ്ങൾ രണ്ടുപേരും പറയുന്നത്. പ്രതികരണം പരിപാടി കണ്ടുകൊണ്ടിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ലവ് യു ഡിയേഴ്സ്, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പിന്നെ ശാന്തകുമാരി, തൃശ്ശൂർ ഭാഷ രസകരം തന്നെ. ഒരിക്കൽ ഒരു ബസ്സിൽ കണ്ടക്ടർ ഒരാളെ വഴക്ക് പറയുന്നത് കേട്ട് പലരും ചിരിക്കുന്നതാണ് കണ്ടത്. ഞാനും ചിരിച്ചു കേട്ടോ. കാരണം അത് വഴക്ക് പറയുന്ന പോലെ തോന്നിയില്ല. കുറുക്കിയും നീട്ടിയുമുള്ള ആ ഭാഷയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും ഭാഷ ഒരുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന് മാറ്റം വന്നത് മാധ്യമങ്ങളാണെന്ന് തോന്നുന്നു. ബസ്സിൽ പോയി കഴിഞ്ഞാൽ കണ്ടക്ടർമാരോ കണ്ടവാനും തമാശകളുണ്ടാവും. ചില കണ്ടക്ടർമാര് ഭയങ്കര രസമായിരിക്കും ഈ ആൾക്കാരോട് വർത്താനം. അതാണ് ഞാനേ തൃശ്ശൂര് മാതൃഭൂമി പേപ്പറാണ് തൃശ്ശൂർ എഡിഷൻ ആരംഭിച്ചപ്പോൾ തൃശ്ശൂർ ഭാഷനെ കുറിച്ചിട്ട് അതിൽ കുറച്ച് ഇതിലുണ്ടായിരുന്നു. അപ്പം അതില് ബസ് കണ്ടക്ടർമാരാണ് ഭയങ്കര തമാശക്കാരെന്ന് പറയുന്നത്. അവര് വണ്ടിയിൽ ഭയങ്കര തിക്കുണ്ടാവുമല്ലോ, ആ സമയത്ത് ഈ പെമ്പിള്ളേരോടൊക്കെ അങ്ങോട്ട് നീക്ക് എന്ന് പറയും. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, അങ്ങനെ നീ കേറിക്കെന്ന് പറയും. അത് കേൾക്കുമ്പോ ദേഷ്യം വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് തങ്കമണിയിൽ ഇറങ്ങാനുള്ള തങ്കമണി സ്റ്റോപ്പ്, അതായത് ഇപ്പൊ കേരള ഓർമ്മയിൽ പഠിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ മറ്റേ ശക്തനിൽ വന്നു. ശക്തനിൽ നിന്ന് പിന്നെ കൊക്കാല, അത് കഴിഞ്ഞ് മെട്രോ, അത് കഴിഞ്ഞാൽ തങ്കമണിയായി. പെട്ടെന്ന് തന്നെ എൻ്റെ സ്റ്റോപ്പായി. വടൂക്കര അല്ലെങ്കിൽ നെടുപുഴ, കണിമംഗലം, അങ്ങനത്തെ ഏത് ബസ് വേണമെങ്കിൽ എനിക്ക് കയറാം, ചെയ്യാരം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടതാ, അതുകൊണ്ട് ഇറങ്ങുന്ന ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടും. ബാക്കിലേക്ക് ഇങ്ങനെ അവരിങ്ങനെ ഇറക്കി നിർത്തും. അപ്പം അത് കാരണം ഞാൻ എപ്പോഴും ആ വാതുക്കെ തന്നെ അവിടെ നിന്ന് മാറാണ്ട് നിൽക്കും. ചേട്ടൻ പറഞ്ഞു. എന്നാ ഞാൻ ഒരു സത്യം പറയാം, എനിക്കത് ഓർമ്മയില്ല. അതെ, സരിത അത് പറഞ്ഞപ്പോഴേ
എന്റെ ഒഴുക്കാണ്ട് പോയി. ഞാനത് എന്തുട്ടാണ് എനിക്കായി കുറ്റം. അല്ല, ഇടയിൽ തങ്കമണി മറ്റേ ബടൂക്കരിക്കും പറഞ്ഞ ഓടിയിട്ട് എന്റെ അത് പറയേണ്ടത് പെട്ടെന്നാണ് മറന്നുപോയി. അപ്പൊ സോറി. ഞാനും ചേട്ടനോട് സോറി. നമുക്ക് ആലോചിച്ച് വരുമ്പോ തമാശ പറയാട്ടാ. അപ്പൊ സോറി. അടുത്തത് രാധ TK. അങ്ങനെ നിങ്ങൾ ചാനൽ നിർത്തിയിട്ട് ഓൺലൈൻ ബിസിനസ് തുടങ്ങാന്ന് വിചാരിക്കണ്ടാട്ട മക്കളെ, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാൻ നോക്കുന്നു. മൈ കിച്ചൺ പ്രതികാരം പരിപാടി ഒരുപാട് ഇഷ്ടമാവുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷയാണ് തൃശ്ശൂർ ഭാഷ. നല്ല രസമാണ് കേൾക്കാൻ. റോന്ത് സിനിമ കാണാൻ പോയപ്പോൾ ഇട്ട ഡ്രസ്സ് ഒരുപാട് നല്ലതാണ്. യെസ്, അതാണ് ഈ ഇട്ടിരിക്കുന്നത്. അടുത്തത് അഫക്ഷനേറ്റ് റോഡ് കാർ. സരിത അജു, നിങ്ങളുടെ വീഡിയോ ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. കപ്പയും ഉണക്കമീൻ്റെ ചുട്ട ചമ്മന്തി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. കപ്പയ്ക്ക് കട്ടുണ്ടാവും. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആണ് ഉപ്പിടാറുള്ളത്. അന്ന് എല്ലാവരും ദാരിദ്ര്യമാണ്. ഉപ്പ് ഊറ്റിക്കളയുന്ന വെള്ളത്തിൽ പോവണ്ട എന്ന് അന്നത്തെ ആൾക്കാർ കരുതി കാണും. 10ഉം 15ഉം ഒക്കെ അംഗങ്ങളുള്ള കുടുംബമാവുമല്ലോ. അപ്പോൾ ഞാൻ 10 മക്കൾ, അച്ഛനും അമ്മയും അച്ഛമ്മയുള്ള കുടുംബത്തിലെ അംഗമാണ്. ഇപ്പോൾ 65 വയസ്സായി. അന്നൊക്കെ അങ്ങനെയാണ് മക്കളെ. നിങ്ങളുടെ എല്ലാ വീഡിയോയും നല്ലതാണ്. ഞാൻ എന്നും കാത്തിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം തന്നെ ഉപ്പിടാണ്ട് എന്തിനാണ് വേവണ സമയത്ത് ഉപ്പിടണേന്ന്. അതിന് തന്നെ ഉപ്പിട്ട് എന്തൊരു കുഴപ്പമെന്ന്. അതിന്റെ ഇതാണ്. അത് കുറെ പേര് കമന്റ് ഇട്ടുണ്ട് കേട്ടാ. പണ്ട് കാലത്ത് അതെ, ഉപ്പ് പണ്ട് കാലത്തൊന്നല്ല, ഇപ്പോഴായാലും നമ്മൾ എങ്ങനെയായാലും കൊള്ളി അല്ലെങ്കിൽ കപ്പ കുറെ വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഊറ്റിക്കളയണല്ലോ. എന്നിട്ട് പിന്നെ വേറെ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പൊ ആദ്യം തന്നെ ഈ ഊറ്റിക്കളയുന്ന വെള്ളത്തിൽ കൂടെ ഉപ്പ് പോവില്ലോ. അപ്പൊ എന്തിനാ കളയാൻ വേണ്ടിട്ട് ഉപ്പ്? അപ്പൊ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ഇട്ടുണ്ട്. ഉപ്പിന്റെ പണ്ടത്തെ കാര്യം, ഉപ്പേ പണ്ട് തൊട്ടിട്ട് തന്നെ ഉപ്പിന് ഒരു വിലയില്ലായിരുന്നു. പണ്ട് പലചരക്ക് പിടികളുണ്ടായിരുന്നു നിറയെ. നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്ത് മുഴുവൻ പലചരക്ക് പിടികൾ, ചെറിയ ചെറിയ മുക്കിനും ഓരോ ചെറിയ പിടികളുണ്ടാവും. ആ പീടികളിൽ ഒക്കെ ഇങ്ങനത്തെ മറ്റേ ഈ പലകി വെച്ചിട്ട് അടയ്ക്കുന്ന പീടികളായിരിക്കും ഒരുവിധമൊക്കെ. അതിന്റെ പുറത്തൊരു പെട്ടി ഉണ്ടായിരിക്കും. പലയൊക്കെ അടച്ചു കഴിഞ്ഞാൽ റോഡിന്റെ വശത്ത് ഒരു പെട്ടി ഉണ്ടാവും. ആ പെട്ടിയിൽ ഉപ്പായിരിക്കും. കാലത്ത് ചാക്കാണ്, ഉപ്പും ചാക്കും കറുത്ത് നല്ല മിനുസായിട്ടുള്ളൊരു ചിരട്ടി ഉണ്ടാവായിരുന്നു. ആ ചിരട്ട കോരിയിട്ട് ഇങ്ങനെ നമുക്ക് ലൂസാണ് ഉപ്പൊക്കെ പൊതിഞ്ഞിട്ട് അതിലെ തരാം. പക്ഷെ ആ ഉപ്പ് ആരും എടുത്തുകൊണ്ട് വരില്ല. ഈ പെട്ടി നമ്മള് കമ്പി പിടിക്കുക, ഹൈവേ കൂടെ പോകുമ്പോ താഴ്ത്തര പിടിയുണ്ട്. ഹൈവേ അവിടെ ആ കമ്പി പിടിക്കില്ല സ്റ്റോപ്പുള്ളത്. ആ താഴ്ത്തര പിടിയിൽ അവിടെ ഭയങ്കര കച്ചവടം. പലചരക്ക് പണ്ടത്തെ ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയ കച്ചവടം വലിയൊരു ഉപ്പും പെട്ടിയാ പണ്ടൻ. അപ്പൊ ഞങ്ങൾ രാത്രി സിനിമയ്ക്ക് പോവാണെങ്കിലും അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോവാണെങ്കിൽ മഴ പെയ്തിന്, വർഷകാലത്ത് മഴ പെയ്തിന് ഉപ്പും പെട്ടിയുമ്പോൾ എല്ലാവരും കയറിക്കും. ഒരാള് പോലും അതിൽ നിന്നൊരു ഉപ്പും കല്ല് അത് തുറന്നിട്ടൊരു ഉപ്പിന്റെ ഒരു തരി പോലും എടുക്കാറില്ല. വില കുറവാണ് ഉപ്പിന്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ ഈ കസേരയിൽ ഇരുന്നിട്ടൊരു കഥ പറയാൻ. ചേട്ടന് ശരിക്കും ഓടി നടന്ന് പറയണ കാര്യം. അല്ല, ഉപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഉപ്പില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ചേട്ടൻ പറയണേന്ന്. അടുത്ത വായിച്ച ഷീന LCL എന്നാന്ന് തോന്നുന്നു കേട്ടാ. അതിന് ഭർത്താവ് പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന സ്ത്രീകളെ എന്തെന്ന് വിളിക്കണ്ടേന്ന്. അവര് സ്വയം മനസ്സിലാക്കുക, ഞാനൊരു അടിമയാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? മറ്റൊരു പെങ്കോന്ന് വിളിക്കും, ഇത് തിരിച്ച് അടിമ എന്ന് പറയും. ഗീതാ കൃഷ്ണൻകുട്ടി, ഭാര്യയും ഭർത്താവും ചെയ്യുന്ന ജോലി എന്തായാലും പരസ്പരം അംഗീകരിക്കണം. കുറച്ചൊക്കെ പാകപ്പിഴകൾ സംഭവിച്ചാൽ അത് പറയണം. രണ്ടാളും അവരുടെ തെറ്റുകൾ തിരുത്തണം. അപ്പൊ ആരും പെൺകോന്തനും ആൺകോന്തിയും ആകില്ല. കൊള്ളി ആദ്യം തിളപ്പിച്ച് വെള്ളം കളയുമ്പോൾ ഉപ്പിടണ്ട. ചമ്മന്തിയിൽ ഉണക്കമുളക് ചുട്ടരച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ? കഴിക്കുന്ന കണ്ടപ്പോൾ അജു പറഞ്ഞ പോലെ വായിൽ വെള്ളം വന്നു. അതെ, രണ്ടുപേരും അങ്ങോട്ടും അംഗീകരിക്കണം, രണ്ടുപേരും ബഹുമാനിക്കണം. തെറ്റ് കണ്ടാൽ ചൂണ്ടി കാണിക്കണം, അല്ലേ? ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ പേടിക്കണം. ചേട്ടൻ തെറ്റ് ചെയ്യുമ്പോൾ ചേട്ടൻ എന്നെയും പേടിക്കും. അത്ര ഉള്ളൂ, അല്ലാണ്ട് പേടിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ചേട്ടന്റെ അഭിപ്രായം? അല്ല, ഞാൻ ആൺകോന്തി എന്ന് പറഞ്ഞു. ആൺകോന്തി അല്ല, അത് വെറുതെ പറഞ്ഞതാണ്. അടിമയാണ് കേട്ടാ അത്. അപ്പൊ ആണുങ്ങളെ അടിമാന്ന് വിളിച്ചൂടെ? ഏറ്റവും നല്ല ഉദാഹരണം പെൺകോന്തിന് തലയാണ മന്ത്രത്തിലത് ശ്രീനിവാസൻ അല്ലേ? എന്നിട്ട് ലാസ്റ്റ് ഭാര്യ പറഞ്ഞൊക്കെ കേട്ട് സ്വന്തം ബുദ്ധി ഉപയോഗിക്കാണ്ടൊക്കെ ചെയ്ത് ലാസ്റ്റ് ഉർവശിക്കല്ല കുറ്റം. എനിക്കതാ മനസ്സിലാവാത്തത്. നമുക്ക് ആ തലയണ മന്ത്രത്തിൽ ഭയങ്കരമായി മിസ്റ്റേക്കുകൾ ഉണ്ട് കേട്ടാ. നമുക്കൊരു ദിവസം തലയണ മന്ത്രത്തിന് എടുത്ത് റോസ്റ്റ് തലയണ മന്ത്രം കുറെ സിനിമകളുണ്ട്. നമുക്ക് ഈ മഞ്ജു വാര്യരും ജയറാമുള്ള പടം കളിവീടിൽ ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ട്.
പറയാം നമുക്ക്. അടുത്ത വായിക്കും. ഞങ്ങൾ വിചാരിച്ചത് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ പടങ്ങളെ കുറിച്ചിട്ട് ഉള്ളത് ഇങ്ങനെ ഓരോ പണ്ടത്തെ ഇപ്പോഴത്തെ അല്ല മുന്നത്തെ സിനിമകള് കുറെ കോമഡികൾ ഉണ്ടാവുമല്ലോ നമുക്ക് ആലോചിക്കുമ്പോഴേ അന്നൊക്കെ അത് ആസ്വദിച്ചിരുന്നു. അത് തന്നെ വിചാരിച്ചിട്ട് ഇപ്പോഴായിട്ട് ഇതുകൾ മനസ്സിലാവണേ. സുജായസ് ട്രിവാൻഡ്രം ഒക്കെ ആദ്യത്തെ വെള്ളം തിളയ്ക്കുമ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ വേറെ വെള്ളം ഒഴിക്കും. അങ്ങനെ ചെയ്താൽ കയ്പുള്ള കപ്പ ആണെങ്കിൽ കയ്പ് കുറയും. പിന്നെ വേവ് കൂടുതലുള്ള കപ്പ ആണെങ്കിലും ഇങ്ങനെ ചെയ്യും. രണ്ടാമത് വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് ചേർക്കും. അത് വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റി കളയും. ആദ്യത്തെ വെള്ളം കളയുന്നതിന് കപ്പയുടെ കട്ട് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് പറയാ. വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വേവുന്ന കപ്പ ആണെങ്കിൽ ഈ പണി നടക്കില്ല. അങ്ങനെ ആകുമ്പോൾ ഒറ്റ പ്രാവശ്യം തിളപ്പിക്കും. പണ്ടൊക്കെ ആദ്യത്തെ വെള്ളം കളയുന്നത് ചിരട്ടത്തവി വെച്ച് കുറേ വെള്ളം എടുത്ത് കളയും. എന്നിട്ട് വേറെ കുറേ വെള്ളം ഒഴിക്കും. അങ്ങനെയാണ് അടുപ്പിൽ നിന്ന് മാറ്റാതെയാണ് വെള്ളം എടുത്ത് കളയുന്നത്. കയ്പുള്ള കപ്പയാണെങ്കിൽ ഒരു കുരുവിന്റെ പകുതി പുളി കൂടി തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കും. പുളി കൂടാൻ പാടില്ല. ആ കുരു ഇരിക്കുന്ന അത്രയും ഭാഗത്തെ പുളി മതിയെന്ന്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കയ്പ് പോകുന്നു. പണ്ടത്തെ ഒരു ടിപ്പാണ്, അടിപൊളി ടിപ്പ്. ചില കൊള്ളികൾക്ക് കപ്പയ്ക്ക് കയ്പ് ഉണ്ടാവില്ലോ. പക്ഷെ നമ്മളിവിടെ തൃശ്ശൂർ കട്ട് കളയണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടായിരിക്കും നമുക്ക് ചിലവർക്ക് കൊള്ളി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ചിലവർക്ക് ഉണ്ടാവും. അത് ഗ്യാസിന്റെ ആവില്ല ചിലപ്പോ. ഇവിടെ അങ്ങനെ വെള്ളം ഊറ്റിക്കളയണ ഒരു പരിപാടിയില്ല. വെള്ളത്തിൽ കുറച്ച് വെള്ളത്തില് നല്ല വേഗം വേവണ പായസക്കൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിൽക്കാൻ നടക്കുക. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകും. ആ പായസക്കൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തിളക്കി വേവും പായസവും. അതാണ് കേട്ടാ. അപ്പൊ അങ്ങനത്തെ കൊള്ളിക്ക് ആണെങ്കിൽ എൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കൊള്ളി. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ഇത്തിരി വെള്ളത്തിലാണ് വേവിക്കുക. കാരണം ആ കറക്റ്റ് ആ വെള്ളം ഊറ്റി കളയാണ്ടാവില്ല. കറക്റ്റ് ആ വെള്ളത്തിൽ വേവും. അങ്ങനെ അതിന്റെ ദൂഷ്യഫലങ്ങൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും, നമ്മൾ അറിയുന്നുണ്ടാവില്ലല്ലോ. പക്ഷെ ഇവിടങ്ങളിൽ അങ്ങനെ ഒരു അറിവില്ല. നമുക്ക് ഈ ചാനൽ തുടങ്ങി കമന്റ്സ് വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇത് അറിയണത്. നമ്മൾ അതിനുശേഷം കൊള്ളി വെക്കുമ്പോൾ ഇത്തിരി അധികം വെള്ളത്തിൽ വെച്ചിട്ട് ഊറ്റിക്കളയും. രാഗിണി ദേവി എം.ആർ. ഇന്നത്തെ അജുവിന്റെ കപ്പയും മീൻ ചമ്മന്തി അടിപൊളി. ഞാൻ ഉണക്ക മീൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ദിനചര്യകളും കൃഷിയും എല്ലാം ഞങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയിൽ കൂടി പ്രേക്ഷകരെ കാണിക്കുകയാണ്. വർഷങ്ങൾ 7-8 നിങ്ങളെ കാണുന്നു. അജു എന്താണെന്നും നല്ല ക്വാളിറ്റികളും വീക്ക്നെസ്സും അതുപോലെ സരിതയുടെ സ്വഭാവം അതുപോലെ ചേട്ടന്മാരും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും വരെ ഞങ്ങൾക്കറിയാം. അതിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലർ അത് തുറന്നു പറയുന്നു. അടുത്തത് രാഗിണി പൂക്കോട്ട്. അറിയാത്തത് പറഞ്ഞു തരും എന്ന് കേട്ടപ്പോൾ ഓർമ്മ വന്നു. അന്ന് മനഃചിത്രീകരണം. തേവാരം എന്ന് പറഞ്ഞത് അറിയാതെ ദേവകാര്യം എന്നത് നിത്യ ഉച്ചാരണം തേവാരമായതാണത്രേ. കുളി കഴിഞ്ഞ് പരദേവതയ്ക്ക് വേണ്ടത് ദേവകാര്യം ചെയ്ത ശേഷമേ അവർ സ്വന്തം കാര്യം നോക്കൂ. അതാണ് കുളിയും തേവാരവും എന്ന് ചേർത്ത് പറയണതെന്ന്. എൻ്റെ ഫോണല്ലേ ബെല്ലടിക്കുന്നത്. തണുപ്പ് കൊള്ളാതെ ചൂട് നൽകുന്ന വസ്ത്രങ്ങൾ, പാദം മൂടുന്ന സോക്സ്, അങ്ങനെ ശരീരം ചൂടാക്കി വെക്കാവുന്നത്ര സമയം അനുഭവമാണ്. വേഗം സുഖമാവട്ടെ. ഓടിച്ചാടി നടക്കുന്ന സരിതയെ കാണാൻ സന്തോഷം. ദേ കണ്ടില്ലേ, കമ്പിളി പുതപ്പിട്ടിട്ടാണ് ഇരിക്കണത് ഞാൻ ഇപ്പൊ ചൂടുള്ളത്. അടുത്തത് സതിയസ്. സരിതയുടെ കാലുവേദന ഭഗവാൻ വേഗം മാറ്റിത്തരും. ഞാനിപ്പോൾ വീട്ടിൽ തനിയെയാണ് ഉള്ളത്. ഹസ്ബൻഡ് പുറത്തു പോയിരിക്കുന്നു. നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തിരിക്കുമ്പോൾ എന്തൊരു സുഖം. ആരൊക്കെയോ അടുത്തുള്ള പോലെ ഒരു തോന്നൽ. ഒറ്റയ്ക്കുള്ള ജീവിതം മടുപ്പ് തന്നെ. ഇനി വെക്കേഷനിൽ മക്കൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ ഒരു തിരക്കുണ്ടാവൂ. മക്കൾ വരാൻ കാത്തിരിപ്പാണ്. സരിതയ്ക്കും അജുനും മോനും നല്ലത് വരട്ടെ എന്നും വീഡിയോ ഇടണം ട്ടോ. ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ കമന്റ്സ് വായിക്കുമ്പോൾ. സീനത്ത്. അസൂയാണ് അജു. നിങ്ങളുടെ ജീവിതം കണ്ട് കുശുമ്പ് മൂത്തിട്ടാണ് ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നത്. പണ്ടുള്ള അമ്മമാരും നാത്തൂമാരും അവരുടെ മകനെയും അവരുടെ സഹോദരന്മാരെയും വിളിക്കുന്ന ഓമന പേരാണ് വെൺകോന്തൻ എന്നും പെണ്ണാളൻ എന്നൊക്കെ. നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. അജു പ്രൊസീഡ് യുവർ ജേണി. അടുത്തത് ഗോവർദ്ധൻ. പൊന്നു ചേട്ടാ, ലോകത്തിലെ 100% വരെ സ്ത്രീകൾക്കും തൻ്റെ ഭർത്താവ് താൻ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുപോലെ തന്നെ തിരിച്ചും. അത് നടക്കാത്തവർക്ക് നിങ്ങളെപ്പോലെ ഹാപ്പിയായി പോകുന്നവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അതാണ് ഇത്തരം പെൺകോന്തൻ പോലുള്ള വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകൂ. ഒരു കുടുംബത്തിൽ 2 പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ജീവിതം സന്തോഷപൂർണ്ണമാകൂ എന്ന് ആ വിഡ്ഢികൾക്ക് അറിയില്ല. അടുത്തത് ഫെമി ലോറൻസ്. കൊതിയാകുന്നു അജു, വി ആർ ഇൻ ഒമാൻ സീയിങ് റെയിൻ, കപ്പ ആൻഡ് ചമ്മന്തി. റിയലി മിസ് തൃശ്ശൂർ ആൻഡ് റെയിൻ സീസൺ. ഗോഡ് ബ്ലസ് യുവർ ഫാമിലി. അജുവിനെ കാണുമ്പോൾ പാവം തോന്നുന്നു. സരിത ടേക്ക് കെയർ ഓഫ് യുവർ ലെഗ്. അതെന്താ ചേട്ടനെ കാണുമ്പോൾ പാവം തോന്നുന്നത്?
അവിടെ ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ, അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ മഴ പെയ്യുന്ന കാണുമ്പോ അവിടെ കൊതിയുണ്ട്. അടുത്തത് ഷിജി പുന്നോക്കിൽ. ഹായ് ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. ഹായ് ഗുഡ് മോർണിംഗ് അല്ല, ഇപ്പൊ ശരിക്കും മറ്റാള് പറഞ്ഞില്ലേ തോമസ് മംഗലം, ഇത് ഉച്ചകഴിഞ്ഞ് വായിച്ചിട്ട് പിന്നെ ഗുഡ് മോർണിംഗ് പറയേണ്ട കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ. അല്ല നമ്മളിത് നാളെ രാവിലെ അല്ലേടാ, അപ്പൊ ഗുഡ് മോർണിംഗ് ആയിരിക്കുമല്ലോ. ശരി സരിത ചേച്ചി സോക്സ് ഇട്ട് നടന്നോളൂ, കാലിൽ തണുപ്പ് കയറിയിട്ടാകും പെയിൻ. നല്ല മഴ അല്ലേ, അവിടെ മാറിക്കോളും ട്ടോ. അജു ചേട്ടൻ പാവമാണ്, നല്ല കെയറിങ് ഹസ്ബൻഡ് ആൻഡ് ഫാദറാണ്. അജു ചേട്ടന് ചേട്ടൻ്റെതായ വ്യക്തിത്വവും കാഴ്ചപ്പാടും ഉണ്ട്, അതിനനുസരിച്ച് ആണ് അവരുടെ ലൈഫ്. പണ്ടത്തെ ആളുകൾ പറയും ഇങ്ങനെയൊക്കെ, ഇപ്പോഴത്തെ ന്യൂജനാണ്, പരസ്പരം എല്ലാം ഷെയർ ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ് എല്ലാവരും. യു എൻജോയ് യുവർ ലൈഫ് ആൻഡ് ഗോഡ് ബ്ലസ് യു. ശരി, ഇപ്പോഴത്തെ പുതിയ തലമുറയിലത്തെ ഈ കപ്പിളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അവർ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണ്. കുട്ടികളെ നോക്കണത് ഇപ്പോൾ അന്ന് ഞാൻ നമ്മുടെ നിമ്മലിനെയും പ്രിയേനെയൊക്കെ കാണിച്ചില്ലേ, ആൻറ്റീരെ ബോംബെയിലത്തെ ആൻറ്റീരെ മക്കൾ. ആ നിമ്മല് അവർക്ക് ട്വിൻസ് ഉണ്ടായപ്പോഴേ താഴെ 2 കുട്ടികൾ ഇരട്ട കുട്ടികളായിരുന്നു. അപ്പോൾ ഇവർക്ക് ടൈം വെച്ചിട്ടാണ് നോക്കി ഓടുന്നത്. രാത്രിയൊക്കെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഉണരണ സമയത്ത് നിമ്മലാണ് എണീറ്റ് കുട്ടികളെ ഈ കരയുമ്പോൾ അവരെ മൂത്രത്തുണി മാറ്റലും അങ്ങനത്തെ അവർക്ക് പാല് കൊടുക്കൽ. കാരണം മറ്റേ ഒരു പൊടി കലക്കിയിട്ടുള്ള ഇതാണ് കൊടുത്തോടുന്നത്. 2 കുട്ടികളുള്ള കാരണം പാല് പ്രിയക്കുണ്ടായിരുന്നില്ല. അപ്പം മറ്റേ ഒരു പൊടി കലക്കി കൊടുക്കില്ലേ പാല് ഇല്ലാത്തവർക്ക്, അല്ല വേറെന്തോ ഉണ്ട്. അപ്പം അത് ആ സമയത്ത് ചൂടായ വെള്ളം കൊണ്ട് ആക്കിയിട്ട് അത് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അപ്പം തന്നെ ഇവർക്ക് കുടിക്കേണ്ട നേരത്തെ അത് മിക്സ് ചെയ്യണം. അപ്പം അത് കലക്കി 2 ബോട്ടിലുകളിലാക്കി ഇവർക്ക് കൊടുക്കൽ, അതൊക്കെ നിമല ചെയ്യുക. അതുപോലെ പ്രിയയുടെ ടൈമുണ്ട്, ആ സമയത്ത് പ്രിയ എണീക്കുള്ളൂ. അങ്ങനെയൊക്കെ ആണ് ഇപ്പോൾ എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പിള്ളേരൊക്കെ. സുമാപ്പു നന്നായിട്ടുണ്ട് നിങ്ങളുടെ കപ്പയും മീൻ ചമ്മന്തിയും. അജുവിന് വിഷമമായോ പെൺകോന്ത എന്ന് പറഞ്ഞപ്പോൾ അത് കാര്യമാക്കണ്ട. ഈ പറയുന്നവർക്കാവാൻ പറ്റാത്തതിന്റെ വിഷമം മറ്റുള്ളവരെ കാണുമ്പോൾ തോന്നുന്നതാണ്, അതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. അതിന് മരുന്നില്ല, പോയി പണി നോക്കാൻ പറയൂ. അജു സരിത ജഗ്ഗൂട്ടൻ നന്നായി പഠിക്കണം കേട്ടോ. നമ്മളിതൊക്കെ ചിരിച്ചുകൊണ്ട് നേരിട്ടുള്ള അതൊന്നും നമ്മളെ ഏൽക്കില്ല. അതിനേക്കാളെ എന്താ പറയാ, ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് പാപ്പ പള്ളിയെ പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇതിനേക്കാൾ എന്തോരം കേട്ടിരിക്കുന്നു എന്നറിയൂ. കേൾക്കാനൊന്നും ബാക്കിയില്ല, അത്രയ്ക്കധികം കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഒന്നുമല്ല. നിമ്മി ഫാബിൻ. ഓ എന്തൊക്കെയായാലും നാട്ടിലെ മഴ കാണുമ്പോൾ ഉള്ളൊരു സുഖം, കൂടെ ഉണക്കമീനും കപ്പപ്പുഴുക്കും. അന്തസ്. വീണ ഹർഷൻ. ഗുഡ് മോർണിംഗ്. സരിതേച്ചിയുടെ മുഖം കണ്ടാറേ നല്ല വേദന ഉണ്ടായിരുന്നെന്ന് കിക്കിലി ചേട്ടത്തി. അങ്ങനെ പറയരുത് അജുവേട്ടൻ, സരിതേച്ചി പറയുന്നതൊക്കെ കേൾക്കും. അതിൽ കിക്കിലി ചേട്ടത്തി എന്ന് പറഞ്ഞത് മഴത്തുള്ളിക്കിൽ. സരിതേച്ചി പറയുന്നതൊക്കെ കേൾക്കും, അതിലെന്ത് ചെയ്യണമെന്ന് അജുവേട്ടൻ തീരുമാനിക്കും. ഭർത്താക്കന്മാർ ഭാര്യ സഹായിച്ചു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ. ഞാനൊക്കെ വീട്ടിലില്ലാത്ത സമയത്ത് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടാണ് പോകുന്നത്. കറി എങ്ങാനും കുക്കറിൽ നിന്ന് എടുത്ത് വിളമ്പി വെച്ചില്ലെങ്കിൽ എൻ്റെ ചേട്ടൻ കുക്കർ തല്ലിപ്പൊളിക്കും, അതുപോലും തുറക്കാൻ അറിഞ്ഞുകൂടാ. അതൊക്കെ ആലോചിക്കുമ്പോൾ ചില സമയത്ത് വരുന്നൊരു ദേഷ്യം. എന്തൊരു കഷ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലേ. അത് ഇവരെ ചെറുപ്പത്തിൽ തന്നെ അമ്മമാരതുപോലെ അങ്ങനെ എല്ലാതും ചെയ്തു കൊടുത്തിട്ടേ അവരെ മുന്നിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് വളർത്തിയിട്ട് ആണ് അവർക്കതൊന്നും അറിയാത്തത്. പിന്നെ അവർക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അമ്മമാരങ്ങനെ വളർത്തിയാലും കല്യാണം കഴിഞ്ഞാൽ ചിലർക്ക് അത് അവർ കണ്ട് മനസ്സിലാക്കി ചെയ്യാറുണ്ട്. ചില ആണുങ്ങൾക്ക് അതിലൊട്ടും താല്പര്യം ഉണ്ടാവില്ല, അവർക്കെല്ലാം മുന്നിലേക്ക് എത്തിക്കിട്ടണം. അടുത്തത് ബേബി രാധാകൃഷ്ണൻ. നമ്മുടെ കുടുംബം സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ ഭാര്യ പറയുന്നതും ഭർത്താവ് പറയുന്നതും കേൾക്കണം. സ്ത്രീകൾക്ക് ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു, അത് അങ്ങനെ തന്നെ പോട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഷീബ കൃഷ്ണൻ. സരിത വീടിനകത്ത് ചെരുപ്പിട്ട് നടക്കണം, ടൈൽസ് ചില ആളുകൾക്ക് വേദന വരും, എനിക്കുമുണ്ട്. ആ കൂടാരത്തിൽ നിൽക്കുമ്പോഴും ചെരുപ്പിടണം. ഇത് പറഞ്ഞപ്പോഴാണ് ചെരുപ്പിടണ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കാലുവേദന വന്നിട്ട് ഞാൻ നടക്കുമ്പോൾ ചേട്ടൻ വേഗം പോയിട്ട് എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചിട്ട് വന്നു. അപ്പം ഞാൻ ചെരുപ്പിട്ടിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞേ, അപ്പം ഞാൻ പറഞ്ഞു ചെരുപ്പ് എനിക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്തായാലും പോവല്ലേ, നമുക്ക് 3 പേർക്ക് വാങ്ങിച്ചോ, നിങ്ങളും ഇട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾക്കും ഇനി വേദനയൊന്നും വരണ്ട, ചേട്ടനും ജഗ്ഗുനും കൂടി ഉള്ളത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. കേട്ടില്ല, എനിക്ക് മാത്രമുള്ളത് വാങ്ങിച്ചിട്ട് വന്നു. ഞാൻ ചെരുപ്പിട്ട് നടക്കണം, ഞാൻ ഇങ്ങനെ നടക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം നോക്കിയിട്ടുണ്ട്. പറഞ്ഞു വാങ്ങിക്കായിരുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു ജഗ്ഗുനും കൂടി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ജഗ്ഗുന് അപ്പം അളവ് നോക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ അളവ് തന്നെയായിരിക്കും അവന് ഇപ്പോൾ അവൻ്റെ കാലൊക്കെ വലുതായി, ചേട്ടൻ്റെ ചെരുപ്പ് അവന് പാകുക, അപ്പോൾ ഒരേ അളവിലുള്ള 2 ജോഡി ചെരുപ്പ് വാങ്ങിച്ചോട്ടാന്ന് പറഞ്ഞു. അത് പിന്നെയും പറഞ്ഞിട്ട് ശരി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയി ആളുണ്ട്. വരുമ്പോൾ 1 ജോഡി ചെരുപ്പ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവന് ചെരുപ്പൊന്നും വേണ്ട, അവൻ ചെറിയ കുട്ടിയല്ല, അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ചെരുപ്പ് വാങ്ങിച്ചോണം. ചെരുപ്പ് ഇട്ട് നടന്നിട്ട് പിന്നെ അതിൻ്റെ വർണ്ണല ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ,
സരിത എന്തൊരു സുഖ, ചെരുപ്പിട്ട് നടക്കുമ്പോൾ അകത്ത് ഒരു തണുപ്പ് പോലുമില്ലേ, നല്ല ചൂട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ വിട്ട് ജഗ്ഗു വന്നപ്പോൾ ഉണ്ട് ചെരുപ്പ് വിറകെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ എന്താ ചെരുപ്പ് വേറെ ഒരെണ്ണോടി വാങ്ങിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് അച്ഛന് ഇട്ട് നടക്കാനായിട്ട് വാങ്ങിച്ചതാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അച്ഛനും ഇനി ഇവിടെ തണുപ്പടിച്ചിട്ട് കാലുവേദന വരണ്ടാച്ചിട്ടെന്ന് പറഞ്ഞു. അവൻ അത് കേട്ടു, അച്ഛന് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കണ്ടപ്പോൾ അവൻ അത് എടുത്തിട്ടു. പിന്നെ അവൻ അത് കാലുമൊന്നും ഊരുന്നില്ല, അവനിട്ട് നടക്കാം. അപ്പം ചേട്ടൻ അവൻ്റെ പിന്നാലെ. എന്നിട്ട് ഇപ്പം എന്നിട്ടുണ്ടായേ ഇന്നിപ്പോൾ പോയിക്കണു ചേട്ടന് ചെരുപ്പ് വാങ്ങിക്കാനായിട്ട്. കാരണം അവനത് കൊടുക്കണില്ല, അവൻ അതിട്ട് നടക്കാം. അവന് പനി, ഇന്നലെ തൊട്ട് പനിയാണ്. അപ്പോൾ പിന്നെ അവൻ അകത്തും ചെരുപ്പിട്ടിട്ട് തന്നെ നടക്കണം. അവന് തണുക്കുണ്ടേ. അപ്പോൾ പ്രത്യേകിച്ച് ആൾ ചെരുപ്പ് കാലുമ്പോൾ ഊരിനേ ഇല്ല. അവൻ അതിട്ട് നടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, തണുപ്പടിക്കാത്ത കാരണം. നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഗ്രാനൈറ്റുമ്പോൾ ചവിട്ടുമ്പോൾ ഐസുമ്പോൾ ചവിട്ടണ പോലെയാണ്. ഇവിടെ മുഴുവൻ വെള്ളമല്ലേ, അത് കാരണം. അപ്പം ഇന്ന് എന്നിട്ട് ഇപ്പം ചെരുപ്പ് വാങ്ങിക്കാൻ പോയേക്കാം. അപ്പം ഇതിൻ്റെ കട അടച്ചേക്കണം. അപ്പം ഇങ്ങടെ തന്നെ പോകുന്നു. ഈ ആളാണോ പെൺകോന്തൻ? ഞാൻ പറയണത് മാത്രം കേൾക്കണ ആള് നിങ്ങൾ തന്നെ അല്ല. എന്റെ സുഖ സൗകര്യങ്ങളിൽ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ കാര്യത്തിൽ വാങ്ങിച്ചോണ്ട് വന്നേ ജഗ്ഗുന് വേണ്ടാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ അത് എടുത്തതല്ലേ. അവിടുത്തോട്ടെ ഞാൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെന്തിനൊന്ന് വാങ്ങിക്കാൻ പോയേ? അപ്പൊ ഒരൊറ്റ വട്ടം പോണ്ടോടത്ത് 2-3 വട്ടം പോവാ. നമ്മൾ പറയണത് കേക്കാണ്ടേ. അടുത്തത് സ്നേഹലത നായർ. ആസ് യു സെഡ് സരിത വെയർ സ്ലിപ്പർ ഇൻസൈഡ് ഹൗസ് ആസ് മാർബിൾ ആൻഡ് ടൈൽസ് ആർ നോട്ട് ഗുഡ് ഫോർ ലെഗ്സ്. വി ഹാഡ് ആസ്ക്ഡ് ഫോർ സിമെന്റ് ടൈൽസ് ഇൻ അവർ റിന്യൂഡ് ഫ്ലാറ്റ് ഓർ വുഡൻ ഫ്ലോർ. അത് ശരിയാ, മരക്കാവുമ്പോ ചൂട് അല്ല, ടൈൽസിന്റെ പോലെ തണുപ്പുണ്ടാവില്ലല്ലോ. വിദേശത്തൊക്കെ മരല്ലേ അവര് ഫ്ലോറിങ് ചെയ്യുള്ളൂ. അവിടെയൊക്കെ മഞ്ഞ് മൂടുന്ന സ്ഥലങ്ങളല്ലേ. അജു ഞാൻ പെൺകോന്തനാകുന്നു എന്ന് പറഞ്ഞു. ഉപ്പിട്ടത് ചിരി വന്നു. അജുവിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോ അല്ലേ, സരിത ഉപ്പിടാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതാന്നുകൊണ്ട്. ലോങ് ഷോട്ട് ഓഫ് കുടിൽ ഉഗ്രൻ. അജു എത്ര പെട്ടെന്നാണ് അരച്ചത്. സരിത പറഞ്ഞതുപോലെ അജു അരച്ചാൽ മതി. ആട്ടുകല്ലാണ് സുഖം, പുറത്തേക്ക് പോകില്ല. ഓ, ഈ ഒരു ലേശം നാളേരൊക്കെ അരയ്ക്കാൻ ആട്ടുകല്ലിൽ അത് അതിലേക്കുള്ളത് ഇല്ല. ജഗ്ഗു ആണോ ക്യാമറാമാൻ? അല്ലല്ലോ, വീട്ടിൽ നിന്ന് ആണല്ലോ വരുന്നത്. ആ വീഡിയോ എടുത്തത് ജഗ്ഗു അല്ല, ആ വീഡിയോ എടുത്തത് നിതിനായിരുന്നു. എഡിറ്റ് ചെയ്തത് ചേട്ടൻ. അതുപോലെ അരച്ചതിനെ കുറിച്ച് വേറൊരു കമൻറ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വിജയകുമാരി ആർ. ആഹാ, സരിത അരയ്ക്കുന്നതിനേക്കാളും നല്ല സൂപ്പറായിട്ടാണല്ലോ ചേട്ടൻ അരയ്ക്കുന്നത്. അരയ്ക്കുന്നവർ അജു ചേട്ടനെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള തന്ത്രമാണോ സരിതയുടെ വേദന എന്ന്? അല്ല, എനിക്കിഷ്ടം അരയ്ക്കാനായിട്ട്. അടുത്തത് ടേസ്റ്റി ട്രീറ്റ്. ഒരു മിനിറ്റ്. അടുത്തത് ടേസ്റ്റി ട്രീറ്റ്സ് ബൈ മോളി. ഒരു ആണും പെണ്ണും വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവുമായി മക്കളുടെ അമ്മയും അച്ഛനുമായി കുടുംബമായി ജീവിക്കുമ്പോൾ ഭാര്യ ആയ പെണ്ണ് പറയുന്ന കാര്യങ്ങൾ നല്ലതും യുക്തവും ആണെങ്കിൽ അത് മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് ആ കുടുംബത്തിന് ഉന്നതി ഉണ്ടാക്കുന്നു. അതേസമയം ഭാര്യ എന്ന പെണ്ണ് പറയുന്നത് നല്ലതോ ചീത്തയോ എന്ന് മനസ്സിലാക്കാതെ അനുസരിക്കുന്ന ഭർത്താക്കന്മാരാണ് പെൺകോന്തന്മാർ. ഇവിടെ നിങ്ങൾ പരസ്പരം ചോദിച്ചും പറഞ്ഞും മാനിച്ചും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ എന്നും ഇതുപോലെ ജീവിക്കൂ. ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. ഇതാണ് പെൺകോന്തന്റെ ശരിയായ ഡെഫിനിഷൻ അല്ലേ? അതന്നെ. നമ്മുടെ ഗൃഹപ്രവേശ സിനിമയിൽ മാമുക്കോയ കല്യാണം മുടങ്ങിയിട്ട് പിന്നെ വീണ്ടും കല്യാണം ശരിയാവുമ്പോ പറയില്ലേ, ഭാര്യ വന്നിട്ട് എന്താ മനുഷ്യ വീടിന്റെ ഫ്രണ്ടിൽ പന്തലിടാൻ നോക്കുമ്പോ എന്താ മനുഷ്യ ഇതെന്തിനാ ഇവിടെ പന്തലിടുന്നു? ഇനി പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യം പോലും ഞാൻ ചെയ്യില്ല. ഇതുവരെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടൊക്കെ എനിക്ക് അബദ്ധം പറ്റി. അതുകൊണ്ട് നിന്റെ അടുത്ത് ഇനി ഒരു കാര്യം പറയില്ല, ഞാൻ തീരുമാനിക്കും, ഞാൻ നടത്തുന്നുണ്ട് പന്തലിടാം. അപ്പൊ ഭാര്യ വന്നിട്ട് പറയുന്ന കല്യാണം നടത്താൻ പോവാ മറ്റവനായിട്ട് തന്നെ. അല്ല, അപ്പൊ ആരെ ചെക്കൻ ചോദിക്കും പറയും കണ്ണൻ തന്നെ. അപ്പൊ കണ്ണന്റെ ഭാര്യയോ അവര് ഡൈവോഴ്സ് ചെയ്യാൻ പോവാന്ന് പറയും. അപ്പൊ എന്റെ മനുഷ്യ നിങ്ങൾ അപ്പൊ നമുക്ക് അയ്യോ പറയണ്ടെന്ന് വിചാരിച്ചതായത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. അപ്പൊ ഭാര്യ പറയും നിങ്ങൾക്ക് വല്ല ബോധം ഉണ്ടാ മനുഷ്യ, ഒരു വട്ടം കല്യാണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇത്ര ചെലവായതല്ലേ, ഇനിയിപ്പോ വീണ്ടും ഇത്ര കാശ് ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടാ?
പന്തലിന്റെ ആവശ്യമില്ല. ഒന്നും വേണ്ട, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് കെട്ട് നടത്തിയ പോരെ. അത് ശരിയാണല്ലോ, ആരാ പറഞ്ഞ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല, പെണ്ണുങ്ങൾ പറയൂല്ലേ ആ പടത്തില്. അടുത്തത് അശ്വിൻ. സരിത, ഇപ്പോഴത്തെ തണുപ്പിന്റെയാണ് കാലുവേദന. എനിക്കും 2 ദിവസമായി കാലിന്റെ മസിൽ പിടുത്തം. അജു കോന്തനൊന്നുമല്ല, എൻ്റെ ഹസ്സും അജുനെ പോലെയാ. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സിനിമയിലെ കാര്യങ്ങൾ കേട്ട് ചിരിക്കാറുണ്ട്. വീഡിയോ സൂപ്പറാട്ടോ. അടുത്തത് ഇതിപ്പോ കൊറേ വട്ടായി പറയണതേ. അതൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ആരോ ഒരാൾ ഒരു വട്ടാണ് അജുനെ. അയ്യോ വേനെടുത്താ എനിക്ക് വിരല് എൻ്റെ അടുത്തിരിക്കണവരെ ഞാൻ അറിയാണ്ട് വീട്ടിൽ പൊട്ടിക്കും. ചേട്ടനാണെങ്കിൽ ഇങ്ങനെ വിരല് പൊട്ടിക്കണത് നല്ല ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പൊട്ടിച്ച് ശീലായി. ഞാൻ ഒരാൾ പറയാണ് ഒരാൾ ഒരു വട്ടം പെൺകോന്തെന്ന് വിളിച്ചോളൂ. ഈ അജുവായിട്ട് ഇതിപ്പോൾ എത്ര വട്ടായി സ്വയം പെൺകോന്തം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. വ്ളോഗ്സ് ബൈ സിന്ധു. ഹായ് അജു ചേട്ടാ, സരിത ജഗ്ഗു. പെൺകോന്തന്മാരുടെ കാര്യം പറയുവാണെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ നല്ല ഒത്തൊരുമയോടെ പോകും. ആ കുടുംബം സൂപ്പറായിരിക്കും. അത് ശരിയാണ്. ഇന്നസെന്റ് പറയില്ലേ, അനുസരണയുള്ള സന്തുഷ്ടമായ കുടുംബജീവിതം. അനുസരണശീലം വളരെ വളരെ നല്ലതാണ്. ഡാനി ഗോ ഇൻസൈഡ് എന്ന് പറയും ഭാര്യ. അപ്പൊ വേഗം പോവാളകത്തേക്ക്. കലയണ മന്ത്ര സിനിമയിലേ കണ്ടിട്ടില്ലേ, ആള് ഭയങ്കര മറ്റേ കരാട്ട പഠിപ്പിക്കുന്നത്. എന്താ കരാട്ടെ പഠിപ്പിക്കാൻ 14 ഇഷ്ടിക തകർത്തിട്ടുള്ള ആളാണ്. ഇപ്പൊ വീട്ടിൽ എത്തി കഴിഞ്ഞ മീനന്റെ അടുത്ത് എലിയാണ് ആള്. അപ്പോ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. കൊടും മഴയത്ത് പുതപ്പിനുള്ളിൽ കിടന്നാണ്. അതല്ല, ഭാര്യമാരിങ്ങനെ അടിമകളെ പോലെ നിൽക്കില്ലേ, ഭർത്താവ് എന്ത് പറയണോ അതിന് ഒന്നും മറുത്ത് പറയാണ്ട്. അങ്ങനത്തെ വീടുകളിലും പുറത്തേക്കൊരു ഇതും ഉണ്ടാവില്ല. അവിടെ നല്ല ഇതിൽ പോണ്ടാവും, ഒരു വഴക്കൂലിയാണ്ട്. എതിർത്ത് സംസാരിക്കുമ്പോഴാണല്ലോ അവിടെ വഴക്ക് വരാൻ. കൊടും മഴയത്ത് പുതപ്പിനുള്ളിൽ കിടന്നാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോഴാണ് തേങ്ങ അജു ചേട്ടൻ കപ്പയും ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഞാൻ എണീറ്റ് വന്ന് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കപ്പയൂല, ഉണക്കമീൻ ചൂടാൻ കനലൂല, തേങ്ങയൂല, ഒന്നുമില്ല. ഞാൻ വീണ്ടും പുതപ്പിനടിയിൽ തന്നെ കിടന്നു. പക്ഷെ ഞാൻ തീരുമാനിച്ചു, നാളെ ഞാൻ ഉണ്ടാക്കും തീർച്ച എന്ന്. സ്നേഹത്തോടെ സിന്ധു തൊടുപുഴ. സിന്ധു തൊടുപുഴ ഉണ്ടാക്കിയോന്ന് പറഞ്ഞോളൂ കേട്ടാ, പിറ്റേ ദിവസം ഇതൊക്കെ വാങ്ങിച്ചിട്ട്. റജി രാജൻ. ഒന്നുമില്ലാതെ നമ്മൾ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും നമ്മളോട് സിമ്പതിയും അനുകമ്പയും ആയിരിക്കും. അതേസമയം നമുക്ക് അവിടെ നിന്ന് അഭിവൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും ഉണ്ടായാൽ ചില ബന്ധുക്കൾക്കടക്കം മറ്റുള്ളവർ കുശുമ്പൂത്തി നമ്മളെ ചവിട്ടി താഴ്ത്താൻ നോക്കും. അതങ്ങനെയാണ്. നോ മൈൻഡ്. കറക്റ്റ്. അത് നമ്മൾ രണ്ടവസ്ഥ, എന്താ പറയുക, ഏറ്റവും ബുദ്ധിമുട്ടി കൂടെ നടന്നു കഴിഞ്ഞു പോയി. ആ ബുദ്ധിമുട്ടിൻ്റെ തൊട്ടു മുന്നേ നമുക്ക് നല്ല കാലമായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ പെരുമാറ്റം, അത് കഴിഞ്ഞ് നമ്മൾ താഴ്ത്തി കൂപ്പ് കുത്തിയ സമയത്ത് ഇതേ ആളുകളുടെ പെരുമാറ്റം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ വന്നപ്പോൾ ഇതേ ആളുകൾക്ക് വന്ന മാറ്റം, ഇതൊക്കെ നമുക്കറിയാം. നമ്മളിവിടെയൊക്കെ ജീവിക്കുന്നത് തന്നെയല്ലേ. അതെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആളുകളെ. പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് അവരോട് പ്രതികരിക്കാനോ ചോദിക്കാം, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ഒന്നുമില്ല. അത് ഓർക്കാറന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾ. എന്തിനാണ് പണ്ടത്തെ കാര്യങ്ങൾ നെഗറ്റീവ് ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചതൊക്കെ ഓർത്ത് നമ്മൾ വെറുതെ ഞാൻ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് അത് ആസ്വദിച്ച് നിങ്ങളോട് കഥ പറഞ്ഞ് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കുമ്പോൾ തമാശയുള്ള കാര്യങ്ങളില്ല, അത് മാത്രം ഓർക്കാറുള്ളൂ. അത് മാത്രം ഓർത്താൽ മതി. ഷർമിള റജി. സരിത പറഞ്ഞത് നേരാണ്. ആൺമക്കൾ അമ്മയെ സഹായിച്ചാൽ അത് അഭിനന്ദനീയം. അതേ മകൻ ഭാര്യ സഹായിച്ചാൽ പെൺകോന്തൻ. എന്താലേ നമ്മുടെ നാടിന്റെ ഓരോരോ ആചാരങ്ങൾ. കുറെ എഴുതണമെന്നുണ്ട്, പക്ഷെ വേണ്ട, എഴുതിക്കോന്നേ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ, കാരണം എൻ്റെ ഭർത്താവ് നല്ലൊരു പെൺകോന്തനാ. അജു ചേട്ടനെ പെൺകോന്തൻ എന്ന് ആരെ വിളിച്ച ഒരു ക്ലൂ തരാമോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഊഹിച്ചോളാം. പോയി പണി നോക്കാൻ പറ. നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നത് സഹിക്കുന്നില്ല, അത്ര തന്നെ. കപ്പയും ഉണക്കമീൻ ചമ്മന്തിയും സൂപ്പർ. നാട്ടിൽ വന്നിട്ട് വേണം ഒന്ന് ട്രൈ ചെയ്യാൻ. അപ്പം ശരി, നാളെ കാണാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ലവ് യു ഗൈസ്. ലവ് യു. അടുത്തത് ദീപ ലാലു. സരിത, വെള്ള കോട്ടൺ തുണിയിൽ മുറിവെണ്ണ ഒഴിച്ച് വേദനയുള്ള ഭാഗത്ത് കെട്ടിവെച്ചാൽ വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു ചായ ഇടാൻ പോലും അമ്മായിയമ്മ സമ്മതിക്കുമായിരുന്നില്ല. അടുപ്പിൽ വേവിക്കുന്നത് മാത്രമേ അവർ കഴിക്കുമായിരുന്നുള്ളൂ. ഭാര്യയെ സഹായിക്കുന്ന ഒരു ഭർത്താക്കന്മാരും പെൺകോന്തന്മാരാകുന്നില്ല. എന്തൊരു കഷ്ടാലെ. വീട്ടിൽ അത് ഉണ്ടായിട്ടും വിറകടുപ്പ് കത്തിക്കണം എന്ന് വെച്ചാൽ ഒരു ചായ വെക്കണമെങ്കിലൊക്കെ വിറകൊക്കെ തീ പിടിപ്പിച്ച് വരണ്ടേ. എത്ര നാൾ കഴിഞ്ഞിട്ട് കത്തിക്കാനായിട്ട് അനുവാദം കിട്ടിയതെന്ന് ഒരു വട്ടം അങ്ങനെ പറയുള്ളൂട്ടാ. കാരണം കാലത്ത് ചായ ചോദിച്ചാൽ ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അടുപ്പ് കത്തിച്ച് ചായ കൊണ്ട് കൊടുക്കും. അപ്പം പറയും, നീ ആവശ്യത്തിന് നേരത്തിന് കിട്ടണമല്ലോ, അത് കാരണം ഗ്യാസ് അടുപ്പ് കത്തിച്ചോളാൻ പറയും. അടുത്തത് ശൈലജ ആർ പിള്ളൈ.
വാട്ട്സ് ദിസ് സരിത? പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഐദർ കപ്പ ഓർ ചക്ക. എന്തെങ്കിലും കാണിച്ച് ഇങ്ങനെ കൊതിപ്പിക്കുകയാണോ എന്ന്. പോട്ടെ പോട്ടെ. ബട്ട് യെസ്റ്റർഡേ ഐ ഗോട്ട് എ ഗുഡ് പീസ് ഓഫ് ജാക്ക് ഫ്രൂട്ട്. ടുഡേ ഐ മെയ്ഡ് ചക്കപ്പുഴുക്ക് ആൻഡ് ചകിണി തോരൻ. ഐ ഡോണ്ട് നോ വോട്ട് യു സേ ഫോർ ചകിണി അറ്റ് തൃശ്ശൂർ. ഞങ്ങൾ ചവിണി എന്ന് പറയും, ചകിണി എന്നല്ല ചവിണി എന്ന് പറയും. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. ബൈ ദ വേ ഐ വാസ് സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് യു ഡോണ്ട് റിമൂവ് കട്ട് ഓർ hydrocyanate acid from കൊള്ളി. ഇറ്റ് ഈസ് ടോക്സിക്. ഇഫ് ദ ലീവ്സ് ആർ ഫെഡ് ടു ഗോട്ട് ഇറ്റ് വിൽ ഡൈ. അത് ശരിയാ കേട്ടിട്ടുണ്ട്. പശുവൊക്കെ തിന്നാ ചാവില്ലേ ഈ കൊള്ളീരല, ആടിന്റെ ഇല? ആടൊക്കെ തിന്ന ആട് കൊള്ളീരല ആട് തിന്നാൽ ചാവുന്നു. ഓൾവേസ് പുട്ട് ദ കട്ട് പീസസ് ഇൻ ബോയിലിംഗ് വാട്ടർ. റിമൂവ് ദിസ് ടോക്സിൻ ത്രൂ ദ കുക്ക്ഡ് വാട്ടർ ആൻഡ് ദെൻ ആഡ് സോൾട്ട്. സിമിലർലി ദ ചായമൻസ പ്ലാന്റ് which belongs to the same family also has this toxin. അതുകൊണ്ട് അങ്ങനെയാണോ? ചായമൻസ ഇല ഈ കൊള്ളിയുടെ ഗണത്തിൽ പെട്ടതാണ്, അതേ ഫാമിലിയിൽ പെട്ടതാണ്. അതുകൊണ്ട് that's why you put the leaves in boiling water. The good news is that monsoon rains reached here at last. Not jealous of you anymore. അതുകൊണ്ട് അതിന് മാത്രം നമ്മളോട് അസൂയില്ലാന്ന്. മൺസൂൺ എത്തി അവരുടെ അവിടെ. ഐ എൻജോയ്ഡ് ദ വീഡിയോസ് ഓഫ് കുക്കിംഗ് ബൈ അല്ലി ചേച്ചി. ഷെയറിംഗ് ഓഫ് ഐഡിയാസ്. ഫൈൻഡ് ദ റീസൺ ഫോർ യുവർ ലെഗ് പെയിൻ. വെയർ സോക്സ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻസൈഡ് ദ ഹൗസ്. ഓൾ 3 of you സ്പെൻഡ് ടൈം ഇൻ റീഡിംഗ് ടു ഇൻസ്പയർ ജഗ്ഗു. ലവ് ഫ്രം ആനന്ദ്. അടുത്തത് ലീന രാധാകൃഷ്ണൻ. പെൺകോന്തനായാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കണ്ടതിൽ ശരിയായ ജീവിതം നയിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളാണെന്നാണ് തോന്നുന്നത്. എത്ര സമാധാനമായിട്ടാണ് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത്. ഇത് വല്ലതും കുറ്റം പറയുന്നവരുടെ ജീവിതത്തിൽ കാണുമോ? ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. എതിരഭിപ്രായമുള്ളവർ കമൻറ്റ് ബിലോ. ഇതിലൊക്കെ ഒരു സുഖമുണ്ട് കൂട്ടുകാരെ. അനുഭവിക്കാൻ ഭാഗ്യമില്ലെങ്കിലും നിങ്ങൾക്ക് കാണാനെങ്കിലും യോഗമുണ്ടല്ലോ. അതല്ലേ കുത്തിയിരുന്ന് നിങ്ങളെല്ലാവരും കാണുന്നത്. എന്നിട്ട് കുറ്റവും പറയും. എന്താ നന്നാവാത്തത്? നിങ്ങൾ എൻജോയ് ചെയ്യൂ കുട്ടികളെ. കുശുംബന്മാർ അങ്ങനെ പലതും പറയും. നെവർ മൈൻഡ്. അല്ല പിന്നെ റഹീന. പിന്നെ ഒരു കാര്യം, അടുപ്പ് മൂടി വയ്ക്കാൻ പാടില്ല കേട്ടോ അജുവേട്ടാ. നെഗറ്റീവ് പറഞ്ഞതല്ല. അടുപ്പ് എപ്പോഴും തുറന്നിടണം. നമുക്കും വീടിനും നല്ലത്. ഞാൻ നല്ലതിന് വേണ്ടി പറഞ്ഞതാണെന്ന്. നമ്മൾ പാചകം കഴിഞ്ഞപ്പൻ അടുപ്പ് അതിന്റെ മൂടി എടുത്ത് മൂടി വയ്ക്കും. അത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂടിയുള്ളത് പുകയില്ലാത്ത അടുപ്പിനാണ് മൂടിയുള്ളത്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം അടുപ്പത്ത് നിന്ന് മാറ്റി കഴിയുമ്പോൾ പിന്നെ പുക കുഴലിൽ കൂടെ പോകാണ്ട് നേരെ വന്നിട്ട് അകത്തൊക്കെ പുക നിറയില്ലോ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വയ്ക്കണം. മൂടി വയ്ക്കുമ്പോൾ ആ പുക വലിച്ച് അതിൽ കൂടെ തന്നെ പൊക്കോളും തീ കിടണ വരെ. പ്രിൻസി കുര്യൻ. അജുവേട്ടാ ഇങ്ങനെ കപ്പ പുഴുങ്ങിയത് ഉണക്കമീൻ ചമ്മന്തി ആയിരുന്നു എന്നും ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉള്ള ഭക്ഷണം. അടിപൊളി വീഡിയോ. പിന്നെ ഈ ചമ്മന്തി ഇത്ര അരയ്ക്കണ്ട, ചതച്ചെടുക്കുകയാണ്. കാന്താരിമുളകൊക്കെ വെച്ച് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൂടി ചമ്മന്തി. കപ്പത്തിന് അടിപൊളിയാണ്. ഇന്നത്തെ വീഡിയോ സൂപ്പർ. നൊസ്റ്റാൾജിയ. പണ്ടൊന്നും ഇന്നത്തെ പോലെ പലഹാരം കിട്ടില്ല. ഈ വീഡിയോ പലഹാരം എന്തിനും ഇത് പോരെ. ഈ വീഡിയോ സമ്മാനിച്ച അജുവേട്ടനും ഫാമിലിക്ക് നന്മകൾ നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ പ്രിൻസി. സന്തോഷം. ജോൺ വർഗീസ്. ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നല്ലേ, ഒന്നും തോന്നല്ലേ. നമ്മുടെ അജുവിന് സരിതയെ പേടിയില്ല. ഇത്തിരി ഭയമേ ഉള്ളൂ. ഒരിക്കലും തെറ്റല്ല. ഭാര്യ അനുസരിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാരെ വിജയിച്ചിട്ടുള്ളൂ. ഈ ലോകത്ത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തോന്നണതാണ് അങ്ങനെ. എന്റെ പേടിയുണ്ടെന്ന്. ചേട്ടൻ എന്റെ പേടിയുണ്ട്. പേടിയുണ്ട്. എല്ലാവരും പേടിയില്ല. പരസ്പരം പേടിയുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ശരി, ഞാൻ എൻ്റെ വാക്ക് പിൻവലിച്ചു. ഗിരിപ്രസാദ്. സരിതേ കാലുവേദന പെട്ടെന്ന് കുറയട്ടെ. ഏപ്രിൽ 18 സിനിമ എന്നെ അച്ഛൻ കൊണ്ട് കാണിച്ചത് ഇന്നലെ പോലെ തോന്നുന്നു. വർഷം 41 കഴിഞ്ഞു. ഈ സിനിമയും എനിക്കും ഒരു ബന്ധമുണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ ഗഹനമായി ചിന്തിച്ചത്. എനിക്ക് ശോഭനയെ പോലെ ഒരു പെണ്ണിനെ കെട്ടണം, നല്ലൊരു കുടുംബജീവിതം നടത്തണം എന്നൊക്കെ ചിന്തിച്ച് ഉറപ്പിച്ച് സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകാൻ നേരം ഞാൻ അച്ഛനോട് എൻ്റെ കല്യാണക്കാര്യവും ശോഭനയെ പോലുള്ള ഒരു പെണ്ണിൻ്റെ കാര്യവും പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ അച്ഛൻ തലയിൽ ഒരു കൊട്ട്, 2 കൊട്ട്. അത് പോരാഞ്ഞ് നാട്ടുകാർ നോക്കി നിൽക്കുക. അച്ഛൻ അലറി, നീ ആദ്യം 8ാം ക്ലാസ് പഠിച്ച് പാസ്സാവടാ. അന്ന് ഞാൻ അനുഭവിച്ച ഹൃദയവേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. 8ാം ക്ലാസ്സിൽ ആഗ്രഹിച്ച എൻ്റെ ശോഭനയും കല്യാണവും ആ തിയേറ്ററിൻ്റെ മുന്നിൽ ഞാൻ ഉപേക്ഷിച്ചു. കാലങ്ങൾ കഴിഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞു. ശോഭനയെ കിട്ടില്ലെങ്കിലും ശാലിനി എന്ന് പേരുള്ള പഴയ കാലത്തെ നടിയുടെ ഫേസ് കട്ടുള്ള സുനിതയെ പോലുള്ള ഒരു പെണ്ണിനെയും കെട്ടി കഴിഞ്ഞു പോകുന്നു. 1984 അച്ഛൻ ചവിട്ടി കുഴച്ച മോഹങ്ങൾ 2002 നടന്നു. ഇന്നും തിരുവനന്തപുരം പാർത്താസ് തിയേറ്ററിന്റെ നടയിൽ കൂടി പോകുമ്പോൾ ഇപ്പോഴും എനിക്ക് കാണാം. എൻ്റെ ആഗ്രഹത്തിന്റെ കടക്കൽ കത്തിവെച്ച എൻ്റെ അച്ഛനെയും തലയിൽ കൊട്ടേറ്റ് നിൽക്കുന്ന എന്നെയും. കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മോഹമായിട്ട് എന്താണ് ഈ അച്ഛൻ നടത്തി കൊടുക്കാഞ്ഞ് അല്ലേ?
ഭയങ്കര കഷ്ടമായി പോയി. മഹത്തായ കുറ്റകാരാണ് അക്കാലത്തൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേക്കും ഇങ്ങനെ ഈ കല്യാണത്തിനെ കുറിച്ചിട്ടൊക്കെ ഇത് വരുന്നതല്ലേ? അല്ല, അത് കല്യാണത്തിനെ കുറിച്ച് വരുന്നതല്ല, അത് നമുക്ക് ആ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പോൾ നാടോടിക്കാറ്റിലെ മോഹൻലാല് ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ശോഭനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവര് നല്ല പാട്ട് സീൻ ജീവിതം കാര്യങ്ങളൊക്കെ കാണില്ലേ, അതേപോലെ ഒരു കുട്ടിക്ക് ശരി. ആ കാലഘട്ടത്തിലത്തെ സിനിമകളിലൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു വീടുണ്ടാവും, ഒരു മാരുതിക്കാർ, ഒരു സ്കൂട്ടർ, ജോലിക്ക് പോകുന്ന കുട്ടികളെ രണ്ടുപേരും കൂടി ഇങ്ങനെ ആക്കി വീട്ടിലേക്ക് സ്കൂളിലേക്ക് അയക്കല്, അങ്ങനത്തെ അല്ലേ, അങ്ങനത്തെ സിനിമകൾ കുറെ. അല്ല, അതൊരു പെണ്ണിന്റെയോ അല്ലെങ്കിൽ ഒരു ആണിന്റെയോ ഒരു സങ്കല്പമാണത്, മനസ്സിലായ? അതാണ് കാണിക്കുന്നത്. സംവിധായകന്റെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നു. അപ്പോ അത് കണ്ട് അത് എല്ലാവരും മനസ്സിലത് പതിയും. ഭർത്താവ് ജോലിക്ക് പോകുന്നു, അപ്പുറത്തെ എല്ലാം ആക്കി കൊടുക്കുന്നു, കുട്ടികളെ സ്കൂളിൽ എല്ലാവരും അങ്ങനത്തെ ഒരു നല്ല ജീവിതമാണ് കാണുന്നത്. ഒരു പെട്ടി കൊണ്ട് ഭർത്താവ് ജാതി കോട്ട് സൂട്ടൊക്കെ ഇട്ട് കാറിൽ അപ്പൊ ടാറ്റ കൊടുക്കുന്നു, പോകുന്നു, അങ്ങനെയൊക്കെ വലിയ വീട്. പിന്നെ അടുക്കളയിൽ ഭാര്യ പണിയെടുക്കും, ഭർത്താവ് പിന്നിക്കൂടെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളല്ലേ, കുറെ ക്ലീഷകൾ. ഗർഭം ഉണ്ടാകുമ്പോ എടുത്ത് പൊക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ആക്കിയിട്ട് കട്ടിലുമ്മലേക്ക് ഇടുന്നു. അതെ, ഇടുന്നോടുകൂടി ഗർഭാലസവും. സത്യത്തിൽ അങ്ങനെ ഇല്ല, എടുത്തു കൊണ്ടു ഇങ്ങനെ പൊക്കി ഇടുന്ന പരിപാടി ഒന്നും ഇല്ല അല്ലേ? എനിക്കറിയില്ല, ഇല്ല, അത് ഉണ്ടോന്ന് അറിയില്ല കേട്ടാ. അങ്ങനെ അങ്ങനെ അനുഭവമുള്ളൊരു കമന്റ് ഇടുക. തോമസ് മംഗലം, എല്ലാവർക്കും നമസ്കാരമുണ്ട്. പാട്ട് തകർത്തു, സൂപ്പർ. 1-2 സ്ഥലങ്ങളിലെ ആ സംഗതികൾ അവിടേക്ക് എത്തുന്നില്ല. ലാസ്റ്റ് വാക്കുകൾക്ക് ചെറിയ ക്ലാരിറ്റി കുറവ്, അതൊഴിച്ചാൽ സൂപ്പർ. പൊട്ടാറ്റോ റൈസ് എന്ന് പറഞ്ഞിട്ട് അതിലെ പൊട്ടാറ്റോ കാണണമെങ്കിൽ കൈനോട്ടക്കാരുടെ ലെൻസ് കൂടി വേണം. ചോറ് കൂടിയതാണോ അതോ പൊട്ടാറ്റോ കുറഞ്ഞതാണോ എന്നാണ് സംശയം. ചോറ് കൂടി. കടുകെണ്ണ നല്ലപോലെ ചൂടായി പുകഞ്ഞോട്ടെ, എന്താ വിരോധമുണ്ടോ? ഒരു വിരോധമല്ലേ. ചർലാസിൽ തൈര് കൂടുതലാണ് എന്ന് തോന്നുന്നു, എന്റെ കണ്ണുകളാണ് ടേസ്റ്റ് നോക്കിയത് കേട്ടോ. തൈരല്ലേ കൂടുതൽ, പുളി ഇത്തിരി കൂടുതലുണ്ട് മുന്തിരിക്ക്. തൈര് ഒക്കെ അല്ല, തൈര് കറക്റ്റാണ്, പുളിയാണ് ഇത്തിരി കൂടുതൽ. അത്ര പുളിയുള്ള തൈര് പാടില്ല, ഭയങ്കര ടേസ്റ്റ് ആ ടൈപ്പ് സർലാസ് കഴിക്കാനായിട്ട്. എന്റെ ചേട്ടാ, സംഗതിയുടെ കാര്യമൊന്നും പറയല്ലേ. ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുള്ള കുട്ടീരെ അടുത്ത് മറ്റേ ശരത് സാറും ശ്രീകുമാർ, എം ജി അണ്ണനൊക്കെ ഇത് പറയണ പോലെ പറയണേ, എന്നെ നിങ്ങൾ അങ്ങനെ ഒരു ഗായികയായിട്ട് കാണാം. അതെ, പണിയുടെ ഇടയിൽ മൂളിപ്പാട്ട് പാടി. ഞാനിവിടെ എപ്പോഴും ഫുൾ ടൈം പാട്ട് പാടിയിട്ടാണ് നടക്കാറ്, ഫുൾ ടൈം. ഞാൻ മൂഡ് ഓഫ് ആയിരിക്കുകയാണെങ്കിൽ പാടില്ല, അപ്പോൾ ചേട്ടനത് അറിയാൻ പറ്റും. ചേട്ടൻ അത് എന്നോട് പറയാറുണ്ട്. കാരണം എൻ്റെ പാട്ട് കുറേ സമയത്ത് ഞാൻ സൈലൻ്റ് ആയിരിക്കും, പണികൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല, നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഓഫായി പോകുമല്ലോ, അത് അങ്ങനെ ആയിരിക്കും. ആ സമയത്ത് ഇങ്ങനെ പാട്ട് വരില്ല, ഒന്നും വരില്ല, അങ്ങനെ പണികൾ യാന്ത്രികമായി ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആയി വരും. അങ്ങനെ അപ്പം അങ്ങനെ ഞാൻ പാടി നടക്കുന്നതുകൊണ്ട് ചേട്ടൻ വീഡിയോകളിൽ നിർബന്ധിക്കും എന്നോട്, എല്ലാ വീഡിയോയിലും പറയും ഏതെങ്കിലും പാട്ട് പാടിക്കോളോട്ടാ, ഏതെങ്കിലും പാട്ട് പാടിക്കോളോട്ടാ. പക്ഷെ എനിക്കത് അതൊരു എനർജി കൂടിയിട്ടാണ് നമുക്ക് അപ്പൊ എനിക്ക് തന്നെ അറിയാം എൻ്റെ പാട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളൊരു അങ്ങനത്തെ ഒരു ഗായികയായിട്ട് മൂളിപ്പാട്ട് പോലെ കാണുള്ളൂ. അതിലത്തെ സംഗതികളും ശ്രുതിയും താളവും ഇതൊന്നും അതൊക്കെ പോയിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും. വെറുതെ ഇങ്ങനെ കുറച്ചൊന്ന് പാടണം, അത് കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കും ഒരു പാട്ട് പാടുക, എല്ലാ വീഡിയോയിലും പാട്ട് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടും കമൻറ്റ് വരാറുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് വീഡിയോകൾ കൂടുമ്പോൾ പാടുന്നത്. ഇപ്പം അടുപ്പിച്ച് 2 വീഡിയോയിൽ പാടി, അത് ചേട്ടൻ അത്ര നിർബന്ധിച്ചിട്ട് എന്നോട് പാടിപ്പിച്ചതാണ്. ആ വീഡിയോയിൽ ഇപ്പം ഈ പറഞ്ഞ വീഡിയോ എടുക്കലും കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞു, എന്നിട്ടാണ് എന്നെ അവിടെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഇത് പാടുന്ന പറഞ്ഞിട്ടാണ് ഞാൻ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേളി നളിനം എന്നുള്ള പാട്ട് നല്ല രസമുള്ള പാട്ടാണ്, ഭയങ്കര ഇഷ്ടം എനിക്ക് ആ പാട്ട്. നമുക്ക് ഉന്മേഷക്കുറവുണ്ടെങ്കിൽ എന്നിട്ട് ആ പാട്ട് ആയം തന്നെ ഇട്ടു എന്ന് മാത്രം. പക്ഷെ അത് വീഡിയോ എടുക്കലും ഭക്ഷണം കഴിക്കലും എല്ലാതും കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ ഒരു ഭയങ്കര മഴ പെയ്തു. എന്നിട്ട് ആ മഴയൊക്കെ പെയ്ത് തോർന്ന് കഴിഞ്ഞിട്ടാണ് എന്നെ അവിടെ കൊണ്ട് നിർത്തി ചേട്ടൻ പാട്ട് പഠിപ്പിച്ചു. അല്ല, ഞാൻ പറഞ്ഞതേ ഉന്മേഷം ഉണ്ടെങ്കിൽ സാർ ഇങ്ങനെ പാടി നടക്കും. എനിക്ക് ഉന്മേഷ കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൂടി നടക്കും. അപ്പോൾ നമ്മൾ അകത്തുനിന്നെടുത്ത് മാറി ഇവിടെ മരങ്ങളോട് വർത്താനം പറഞ്ഞ് ഇവിടേക്ക് ഓരോന്നൊക്കെ നമ്മൾ ഉന്മേഷം ഉണ്ടാക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്യും. അത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വ്യത്യാസമുണ്ട്. അത് ഞാൻ എപ്പോഴും ചേട്ടനോട് പറയാറുണ്ട്. നമുക്ക് കുറേ ഹോർമോണിൻ്റെ വേരിയേഷൻസ് നമുക്ക് വരും, പെണ്ണുങ്ങൾക്ക് വരും. അത് ആണുങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അതെങ്ങനെയാ മനസ്സിലാവണേ? നല്ല ഹോർമോൺസ് ആണ് നമ്മളതൊക്കെ നിയന്ത്രിക്കണേ. അപ്പൊ നമ്മള് അയ്യോ മഴ നമുക്ക് അകത്തേക്ക് എടുത്ത് അല്ല വേറെ എത്തിക്ക് എടുത്ത് ഓടാം. മഴത്തോടി
മഴ തൂളിപ്പോൾ അവിടേക്ക് എടുത്തുകൊണ്ട് ഓടി, വീണ്ടും മഴ നിന്നപ്പോൾ ഇങ്ങോട്ട് വീണ്ടും വന്നു. ഇപ്പോഴും ഏത് നിമിഷം മഴ പെയ്യും. ഭാഷ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നിർത്താം. അപ്പോൾ പൊട്ടാറ്റോ റൈസിൽ പറഞ്ഞ പോലെ പൊട്ടാറ്റോ കുറഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ റൈസ് കൂടി എന്ന് പറയാം. റൈസിനനുസരിച്ചിട്ടുള്ള ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് കുറവായിരുന്നു, ഇതിനനുസരിച്ചിട്ടുള്ള ചോറിട്ടാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് അത് ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനില്ല, അത് ഇത്തിരി ടേസ്റ്റ് കുറവ് തന്നെയായിരുന്നു. ചിലപ്പോൾ അത് വെളിച്ചെണ്ണയും നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു തോന്നി. കടുകെണ്ണയല്ലേ. പിന്നെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കടുകെണ്ണ പുകഞ്ഞ് അതിലത്തത് പോകണം. അതേപോലെ എനിക്ക് കാലത്ത് തന്നെ അച്ഛൻ്റെ ഫോൺ. അപ്പോൾ ഞാൻ എന്താ അച്ഛൻ ചോദിച്ചു പറഞ്ഞു, അച്ഛൻ്റെ കൂട്ടുകാരൻ ഡൽഹിയിൽ നിന്ന് ഫോൺ വിളിച്ചേക്കാം. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടുകെണ്ണയിൽ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ഇത് പുകയണം, പുകഞ്ഞിട്ട് ആ പുക കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാചകം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ മണയേ ഉണ്ടാവില്ല, അതിൻ്റെ കുത്തുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ രഘു എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടുകാരൻ വിളിച്ചിട്ട് അച്ഛനെ പറഞ്ഞേക്കാം. നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണാത്രേ. അങ്ങനെ അടുത്ത് പ്രകാശൻ കെ പ്രവീൺ, ക്യാപ്ഷനിൽ ടൊമാറ്റോ റൈസ് എന്ന് തെറ്റിച്ചെഴുതിയത് ഒരു സൈക്കോളജിക്കൽ മൂവ് ആണോ അജു ചേട്ടോ എന്ന്. തെറ്റിയെഴുതിയതാ, ഞാനേ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഇന്നത്തെ ഇപ്പോൾ വീഡിയോയിലെ തമ്പനയിൽ എഴുതിയാലും വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. എന്നിട്ട് നമ്മുടെ സുധാകരേട്ടൻ എനിക്ക് മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാനും എടുത്ത് നോക്കിയത്. അപ്പം അതിൽ നമുക്ക് മലയാളം സെക്കൻഡിൽ തെറ്റ് തിരുത്തുക എന്ന് പറഞ്ഞിട്ട് വാചകം വരില്ല, അതുപോലെയായിരുന്നു. നമുക്ക് മോഹൻലാലിൻ്റെ വീട്ടിൽ പോയി മീൻകറി വെക്കാൻ പോയാലോ എന്നാണ് ചേട്ടൻ എഴുതിയേക്കണേ. അപ്പോൾ ഒന്നുകിൽ അപ്പം അത് തെറ്റ് തിരുത്തുക എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ വാചകങ്ങളെ വരാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് രണ്ട് തരത്തിൽ അതിനെ തിരുത്താം. നമുക്ക് മോഹൻലാലിൻ്റെ വീട്ടിൽ പോയി മീൻകറി വെച്ചാലോ, അങ്ങനെ മതി. അല്ലെങ്കിൽ നമുക്ക് മോഹൻലാലിൻ്റെ വീട്ടിൽ മീൻകറി വെക്കാൻ പോയാലോ, അങ്ങനെ എഴുതിയാലും മതി. അങ്ങനെയും എഴുതാം. അങ്ങനെ അപ്പം ഇടയിലത്തെ ആ പോയി വേണ്ട. അപ്പം അങ്ങനെ അപ്പം 2 പ്രാവശ്യം അത് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പം അത് അപ്പം തന്നെ അത് മാറ്റി എഴുതി. അടുത്തത് രഞ്ജിത്ത് മേനോൻ, ഹായ് അജു സരിത നമസ്കാരം. ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു, വല്ലാത്തൊരു ഭംഗി. മോനും കൂടി വന്നപ്പോൾ പാരമ്യത്തിലെത്തി. എന്തുട്ട് ഗിമ്മിക്സ് ആണോ ഇത്? ഒരു ഗിമ്മിക്സും ഇല്ല. ക്യാമറ ഞങ്ങളുടെ അടിപൊളിയാണ്. വീഡിയോ എന്താ പറയുക, ഫോണിൻ്റെ ക്യാമറ അത് നമ്മളെ നല്ല ഭംഗിയാക്കും. റിയാസ്, തുടക്കത്തിൽ തന്നെ മറന്നുവോ എന്ന പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ ചാവി എടുക്കാൻ മറന്നു പോയ കാര്യം ഓർമ്മ വന്നത്. നല്ല സമയത്ത് തന്നെ ഈ പാട്ട് തന്നെ പാടി ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഉപകാരം. അതെ അതെ. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ, നല്ല പാട്ട്, നന്നായി പാടി. പണം മാത്രമല്ല, അർഹിക്കുന്നതിലും കൂടുതലായി കിട്ടുന്ന പദവി, ബഹുമാനം, ബന്ധങ്ങൾ, സ്വത്തുക്കൾ, സുഹൃത്തുക്കൾ, ഇതെല്ലാം പിന്നീട് വിഷമമുണ്ടാക്കാം. ഇതിനെയെല്ലാം നിർത്തേണ്ടിടത്ത് നിർത്തുകയും ഇതൊന്നുമല്ല എൻ്റെ സന്തോഷത്തിൻ്റെ അടിത്തറ എന്ന് ചിന്തിച്ചാൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാകും. വളരെ ശരി. നമ്മൾ പറയില്ലേ ഇങ്ങനെ ആ പാലുകാരൻ്റെ കഥ ചേട്ടൻ പറഞ്ഞത്, അത് ഈ പാലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്ന്. നമുക്ക് എന്തൊരു സാധനം വന്നാലും, ഒരു അംഗീകാരങ്ങളായാലും എന്ത് സാധനമായാലും വന്നാലും നമ്മൾ അതിൽ മറന്നത് പോലെ അത് നിന്നാൽ പിന്നെ നമുക്ക് നമ്മളെ പിടിച്ചാൽ കിട്ടില്ല, നമുക്ക് പ്രാന്തവും, നമുക്ക് പെട്ടെന്ന് അതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം അതൊക്കെ അതുകൊണ്ട് ഞങ്ങളെങ്ങനെയാണെന്നറിയോ, ഇപ്പോൾ ഒരു വീഡിയോ 10,000 പേരാണുള്ളൂ, അല്ലെങ്കിൽ വേണ്ട 5,000 പേരാണുള്ളൂ, നോ പ്രോബ്ലം. അതല്ല, വീഡിയോ 1 മില്യൺ പേര് കണ്ടു, അപ്പോഴും ഞങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കും. ഞങ്ങൾ അതിലേക്ക് ഓവറായിട്ട് ഭയങ്കര സന്തോഷമോ ദുഃഖമോ ഒന്നും അതിന് കൊടുക്കാറില്ല. നമ്മൾ വീഡിയോ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ നന്നായിട്ട് ചെയ്യാം, അതിലാണ് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അല്ലാണ്ട് വീഡിയോ എത്ര പേര് കണ്ടു, കണ്ടാലും സന്തോഷം, കുറവ് കണ്ടാലും സന്തോഷം, കൂടുതൽ കണ്ടാലും സന്തോഷം. കുറവ് പേര് കണ്ടു കഴിഞ്ഞാൽ ആ മാസം, ഇപ്പോൾ ഒരു മാസം നമ്മൾ വീഡിയോ ഇട്ടു, ആ മാസത്തെ എല്ലാ വീഡിയോയും കുറവ് പേരാണ്ടുള്ളൂ. ആ മാസം ഭയങ്കര കുറവായിരിക്കും നമ്മുടെ വരുമാനം. കുഴപ്പമില്ല, ഒരു ഒറ്റ പൈസ വരുമാനം ഇല്ലാണ്ട് എത്ര കൊല്ലം ഞങ്ങൾ ജീവിച്ചു പോയി. അതിലും ഭേദമല്ല ഇത്, ഒന്നില്ലാത്തതിലും ഭേദമല്ല, അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ അതിൽ ഹാപ്പിയാണ്. അടുത്തത് പ്രിയ കുറുപ്പ്, ഹലോ അജു സരിത ജഗ്ഗു, എൻ്റെ പേര് പ്രിയ, ഖത്തറിലാണ്. നിങ്ങളുടെ വ്ളോഗ് എന്നും കാണാറുണ്ട്, കമൻ്റ് ഇടാറില്ല. അജൂസ് വേൾഡ്, ടെക് ട്രാവൽ, ഈറ്റ് ആൻഡ് സഫാരി ചാനൽ മാത്രമാണ് എൻ്റെ വാച്ചിങ് പ്ലേലിസ്റ്റ്. ഈ ക്വിക്ക് കമൻറ്റ് ഇടാനുള്ള റീസൺ, സ്പൂൺ വെച്ച് കഴിക്കുമ്പോൾ പല്ലുകളിൽ മുട്ടിക്കരുത്. സ്പൂൺ ഷുഡ് ഓൾവേസ് ബി ബിറ്റ്വീൻ യുവർ ലിപ്സ്. ഇറ്റ്സ് ഓക്കെ ഈവൻ ഇഫ് യു ഡോണ്ട് റീഡ് മൈ കമൻറ്റ്. നെക്സ്റ്റ് ടൈം കഴിക്കുമ്പോൾ ഓർത്താൽ മതി. കഴിക്കുമ്പോൾ ലിപ്സിൻ്റെ ഇടയിൽ വരെ വന്നിട്ട് ലിപ്സിൽ വെച്ചിട്ട് എടുത്താൽ പല്ലുമ മുട്ടിക്കരുത്. ടീസ്പൂൺ. അടുത്തത് ഗിരിപ്രസാദ്, പാട്ട് കേട്ടു സരിതേ, ഒരു രക്ഷയില്ല, അതിഗംഭീരം, സൂപ്പർ, ഇനി വേണം വീഡിയോ കാണാൻ. പാട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആദ്യമേ കമൻ്റ് എഴുതി, ബാക്കി ഇനി വേണം കാണാൻ. എൻ്റെ ഭാര്യയും പാടും, ഞാനും ഒരുവിധം പാടും. ഞാനും എൻ്റെ ഭാര്യയും കൂടി പാടുമ്പോൾ കിട്ടുന്നൊരു മനസ്സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനിത് അവളോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ പിന്നെ വലിയ ആളാവുന്നു. അത് ചേട്ടൻ ചെയ്യണത് ശരിയാണോ ചേട്ടാ? ചേട്ടൻ്റെ ഭാര്യനെ ചേട്ടൻ അഭിനന്ദിക്കുന്നില്ലേ, പ്രോത്സാഹിപ്പിക്കുന്നില്ലേ, ഉള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരാ പറയാ? അല്ലേ? ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് നാട്ടിൽ വരുമ്പോ കൂടിയിട്ട് പാടുമ്പോ
ഞാൻ പറയാൻ വന്നത് വേറെ കാര്യം. എന്തുട്ടാ അത് സരിത പറഞ്ഞ് ശരിയാണ്, അഭിനന്ദിക്കണം. ഇനി രണ്ടുപേരും ഭാര്യയുടെ അടുത്ത് പറയുമ്പോ എന്തൊരു സന്തോഷമായിരിക്കും. ഇതിപ്പം എന്നെ പോയി പറയും, എടിയെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പാടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മനസ്സിന് ഒരു സന്തോഷമില്ലേ, അത് എനിക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടാറില്ല, എവിടെ നിന്നും കിട്ടാറില്ല. എനിക്ക് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് പാടുമ്പോൾ കിട്ടണം ആ ഒരു സന്തോഷം. ഇപ്പൊ ഈ പറഞ്ഞില്ലേ, അതൊന്നും ഭാര്യയുടെ അടുത്തൊന്നും പറയുന്നു. അതിന് ചേട്ടൻ പറയും, അല്ല ഇനിയിപ്പോ വിദേശത്തല്ലേ, അപ്പൊ രണ്ടുപേരും ഇങ്ങോട്ട് നാട്ടിൽ വരുമ്പോ തോന്നണോ എനിക്കറിയില്ല, തിരുവനന്തപുരത്തല്ലേ. എന്നാ ഞാൻ എപ്പോഴും നമ്മുടെ തൃശ്ശൂർ ഇവിടെ വരുമ്പോ രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ ഒരു പാചകം ചെയ്ത് പാട്ട് പാടി രണ്ടുപേരും ഒരുമിച്ച് പാട്ട് പാടിയിട്ട് പാട്ട് പാടിപ്പിച്ചിട്ട് ഞങ്ങള് വീട്ടു. ഞങ്ങളെ നാട്ടുകാരെയും കൂടി സന്തോഷിപ്പിച്ചിട്ട് പോയാ മതി. വിടില്ലോ ദൈവം മഴ ഏത് നിമിഷം ചില ഭർത്താക്കന്മാരുണ്ടിട്ട് ഇങ്ങനെ, അതൊട്ടും ശരിയല്ല. അതുപോലെ ഭാര്യമാരായാലും നമ്മുടെ ഭർത്താവ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒറ്റ സെക്കൻഡ് പോലും ഞാൻ അപ്പം തന്നെ ചേട്ടൻ്റെ കൈ കൊടുക്കും. എന്തെങ്കിലും എനിക്കൊരു ഇഷ്ടപ്പെട്ട കാര്യം ചേട്ടൻ പറ. അപ്പം ഞങ്ങൾ രണ്ടുപേരും വെറുതെ സംസാരിക്കും പറഞ്ഞതാവും, നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറഞ്ഞതിലത്തെ ഒരു കാര്യം ചേട്ടൻ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടാലും അവരെ മുന്നിൽ വെച്ചിട്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറയും, ചേട്ടാ അപ്പം ആ സമയത്ത് അത് പറഞ്ഞില്ല, അത് സൂപ്പറായിട്ടാണ് പറഞ്ഞത്, കറക്റ്റ് ആ ടൈമിൽ പറയേണ്ട കാര്യം തന്നെയാണ് പറഞ്ഞതെന്നിട്ട് ഞാൻ പറയാറുണ്ട്. ഇപ്പം ഞങ്ങൾ ഉണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കലെ ചേട്ടൻ എന്തെങ്കിലും പറയണത് എനിക്ക് ഇഷ്ടപ്പെട്ടാലും പറയാറുണ്ട്. വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണതും എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഒരിക്കലും അതിപ്പോൾ ചേട്ടനായാലും ജഗ്ഗു ആയാലും വേറെ ആരായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹൃദയം തുറന്ന് എനിക്ക് പറയാൻ ഭയങ്കര ഇഷ്ടം. അത് നമ്മളത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തത് ശ്രീദേവി സുരേഷ്. ഹായ് അജു ചേട്ടാ, സരിതക്കുട്ടി, ജഗ്ഗുട്ട. സരിതയുടെ കാലുവേദന മാറിയോ, എങ്ങനെയുണ്ട്? പാട്ട് നന്നായിരുന്നു, മനസ്സ് എങ്ങോട്ടൊക്കെയോ പോയി, നല്ല ഫീലായിരുന്നു. പാട്ട് വീണ്ടും കേട്ടു. റൈസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് നെയ്യോ വെളിച്ചെണ്ണയാണോ ഉപയോഗിച്ചെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. നല്ല ഒരു പപ്പടത്തിന്റെ കുറവ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കുറച്ച് പോരായ്മകളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം നന്നായി കൂടുതൽ. അതെ. ശ്രീകല ഷാബു സൂപ്പറായി പാടി. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്ത്, അതും കൂടി എത്രയും പെട്ടെന്ന് പാടൂട്ടോ. അന്ന് മുഴുവനായിട്ട് പാടിയില്ലല്ലോ. ഫുഡ് അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവരുടെയും മുഖം കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഒപ്പിക്കാം, കുഴപ്പമില്ല എന്നൊരു ഭാവം. അതെ, അത്രേ ഉള്ളൂ. മേഴ്സി ജേക്കബ്. അതെ, ഔദാര്യം കുറച്ചു കാലം കഴിഞ്ഞാൽ അവകാശമാകും. ആൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് അജു ഇത്. അതായത് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഔദാര്യേ നമ്മൾ ഇങ്ങനെ കൊടുക്കണത് പിന്നെ അത് അവരുടെ അവകാശമായി മാറും. പിന്നെ അത് തന്നില്ലെങ്കിൽ അതിന് കുറ്റം പറയാൻ നിൽക്കും. കൊടുക്കുന്നവർ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കും. സ്വീകരിക്കുന്നത് അവകാശമായി കണ്ട അവസാനം കൊടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റാതെയാൽ വാശിയും ദേഷ്യവും ഒക്കെ ആവും. അജു പറഞ്ഞ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾക്കുണ്ട്. ആൾക്കിത് പറഞ്ഞാലും മനസ്സിലാവില്ല. അവസാനം കൊടുത്തുകൊണ്ടിരുന്ന ആൾ എല്ലാവരുടെയും ശത്രുവാവും. കടുകെണ്ണ നമുക്ക് അത്ര പിടിക്കില്ല, അത് നോർത്തുകാരുടെ ഓയിലാണ്, നമുക്ക് വെളിച്ചെണ്ണയാവും നല്ലത്. അങ്ങനെ കുറെ പേര് അങ്ങനത്തെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ് കേട്ടോ. എല്ലാവരും ആ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ പാഠങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതെ, നല്ല കാര്യം. അപ്പോൾ മറ്റുള്ളവർക്കും ഒരു ഉപകാരമാവട്ടെ. KKH. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ വ്ളോഗിന് വേണ്ടി എന്നും രാവിലെ വെയിറ്റിംഗ് ആണ്. നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. സന്തോഷം. സുമിത. ശരിയാ, പിച്ച എടുക്കാൻ വരുന്നവർക്ക് നമ്മൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കും. ഒരു ദിവസം കൊടുക്കാതെ പോയ ശപിക്കും. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും എല്ലാ തേഴ്സ്ഡേയും ഒരു അമ്മ വരുമായിരുന്നു. ഒരു ദിവസം കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ മോള് പുറത്ത് ഇരുന്ന് കളിക്കുകയായിരുന്നു. അവളുടെ വയറിൽ ആ അമ്മ കുത്തി നടക്കുന്ന വടി കൊണ്ട് ഒറ്റ കുത്തു കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു പിച്ച എടുക്കാൻ വരുന്നവർക്കും ഞാൻ ഒന്നും കൊടുക്കാറില്ല. ഒന്നും കൊടുക്കരുതെന്ന്. എന്ത് കഷ്ടാലേ കുട്ടീനെയൊക്കെ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ. അത് ശരിയാ. അനിത പി. ജഗ്ഗു 2022 ജഗ്ഗുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ എപ്പോഴും കൺഫ്യൂഷനാണ്. കനോട്ട് മേക്ക് ഔട്ട് ഹി ലൈക്സ് ഓർ നോട്ട്. അത് ശരിയാ. അല്ല ചേട്ടൻ പറയില്ലേ, ജഗ്ഗുവിനോട് ചോദിക്കരുത് ഒരിക്കലും. ജഗ്ഗു മധുരമുള്ള സാധനത്തിന് പുളി എന്ന് പറയും, പുളിയുള്ള സാധനത്തിന് ഉപ്പ് എന്ന് പറയും, ഉപ്പിന് ചിലപ്പോൾ കയ്പ്പ് എന്ന് പറയും. അങ്ങനെ എനിക്ക് മനസ്സിലാവില്ല അത് എന്താണ് അവൻ്റെ ടേസ്റ്റ് ബഡ്സിൻ്റെ പ്രത്യേകതയാണോ, അത് അവനത് സെൻസ് ചെയ്യാൻ പറ്റാണ്ടാണോ, അതെന്തിട്ടാണ് അവന് അത് മനസ്സിലാവാത്തയാവും. ഇന്നസ് ടേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഉപ്പും പുളിയൊന്നും നോക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കൂട്ടാൻ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കി ഉണ്ണിയെ. ഇപ്പം കഞ്ഞിയിൽ ഉപ്പില്ലാണ്ട് കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് കുടിച്ച് തീർത്തുണ്ടാവും. അയ്യോ ഇതിൽ ഉപ്പിടാ ഞാൻ മറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപ്പുണ്ടായിരുന്നില്ലേ ചോദിക്കാൻ. മധുരമില്ലാത്ത ചായ ഇരുന്ന് കുടിക്കും. അത് മധുരമില്ലടാ, അതറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയും എന്നിട്ടാണാവോ. ആസ് ഹി സെഡ് ഗ്രീക്ക് യോഗർട്ട് വിൽ ബി ഗുഡ് വിത്ത് ഗാർലിക് ആൻഡ് കുക്കുംബർ. രാധാമണി EV. അജു, സരിത, ജഗ്ഗുമോൻ അയലക്കറി സൂപ്പർ. കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വന്നു. ഒരു ദിവസം എനിക്കും വെക്കണം. ഇരുമ്പമ്പുളി ഏട്ടൻ്റെ മോളുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ ഏത് വീഡിയോയും സൂപ്പർ അല്ലേ, കാണാൻ എന്ത് രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സന്തോഷം.
സന്ധ്യ ബിജു, സരിത ചെടിയുടെ ഇടയിൽ കൂടി സ്ലോ മോഷൻ വരുന്നത് നല്ലതായിരുന്നു. ഞാൻ കമന്റ് ഇടുന്നത് കാണുമ്പോൾ എൻ്റെ മോൻ കളിയാക്കി പറയും, ഓ കമന്റ് തൊഴിലാളി രാവിലെ പണി തുടങ്ങിയോ, ഇതിനവർ കൂലി വല്ലതും അമ്മയ്ക്ക് തരുന്നുണ്ടോ എന്ന്. മോൻ നിങ്ങളുടെ വീഡിയോ കാണാറില്ല, അതുകൊണ്ട് സമാധാനമുണ്ട്. എൻ്റെ കമന്റ് അവൻ വായിക്കില്ലല്ലോ. ടി വിയിൽ വയ്ക്കുമ്പോൾ ഇളയ മോൻ കാണും. എനിക്കാണെങ്കിൽ കമന്റ് ഇട്ടില്ലെങ്കിൽ എന്തോ വീഡിയോ കണ്ടതിൻ്റെ ഒരു പൂർണ്ണത കിട്ടില്ല. നമുക്ക് കിട്ടുന്ന സന്തോഷം തൊട്ടെന്ന് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അല്ലേ. പലർക്കും പല രീതിയിലാണല്ലോ സന്തോഷങ്ങൾ ഉണ്ടാവുക. അതെ. അടുത്തത് ദ മൈൻഡ്ഫുൾ പാണ്ട. പ്രേക്ഷകരെയും രംഗപടത്തെയും വേർതിരിക്കുന്ന ചട്ടക്കൂടിനെയാണ് പ്രൊസീനിയം എന്ന് പറയുന്നത്. പ്രൊസീനിയം തൊട്ടാന്ന് അറിയില്ല എന്ന് പറഞ്ഞില്ലേ. ചുരുക്കത്തിൽ രംഗപീഠം അഥവാ രംഗവേദി എന്ന്. ഒരു നാടകശാലയിലെ പ്രധാന വേദി, അതായത് പ്രേക്ഷകർ ഇരിക്കുന്ന സ്ഥലത്തൊന്നും വേർതിരിക്കുന്ന ചട്ടക്കൂടിനെയാണ് പ്രൊസീനിയം എന്ന് പറയാം. ഇതൊരു കമാനം പോലെയോ ചതുരാകൃതിയിലൊക്കെ കാണപ്പെടും. ഇതിലൂടെയാണ് പ്രേക്ഷകർ നടന്മാരെയും രംഗപടത്തെയും കാണാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രൊസീനിയം എന്നാൽ രംഗപീഠം അല്ലെങ്കിൽ രംഗവേദി. അവിടെ വേദി, ഇവിടെ പ്രേക്ഷകരിരുന്ന് കാണുന്നു. അതിങ്ങനെ കമാനമാകൃതിയിലാവാം അല്ലെങ്കിൽ ചതുരം പോലെ ആവാം. പറഞ്ഞപ്പോഴാ പറയണത്, ഞങ്ങൾ നാളെ നാടകം കാണാൻ പോകുന്നുണ്ട്. തൃപ്പൂണിത്തുറയ്ക്ക് കലാനിലയത്തിന്റെ രക്തരക്ഷസ് കാണാൻ പോകുന്നുണ്ട്. ഞങ്ങള് 6 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. ഒരു ടിക്കറ്റ് 500 രൂപയും 800 രൂപയും 800, 500, 300 അങ്ങനെ 3. ഏറ്റവും ഫ്രണ്ടിലിരിക്കണമെങ്കിൽ 800 രൂപ. അതിന്റെ ബാക്കിലിരിക്കണ സീറ്റ് 500. ഏറ്റവും ബാക്കിലേക്ക് പോകുമ്പോൾ 300. അങ്ങനെയാണ്. നാടകം ആവുമ്പോൾ ഫ്രണ്ടിലിരുന്ന് കാണണല്ലോ. ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാ, വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്, 40 കൊല്ലങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ വന്നപ്പോ. 10-12 കൊല്ലം മുന്നങ്ങിടാൻ തോന്നുന്നു ഇവിടെ തൃശ്ശൂർ വന്നിട്ടില്ല. 12 അല്ല, അതിലും മുന്നേ, ജഗ്ഗു ഉണ്ടാവണേനേക്കാളും മുന്നേ തൃശ്ശൂർ വന്നിട്ടുണ്ട് അവര്. കലാനിലയം അതിന് അവരുടെ കായംകുളം കൊച്ചുകൊണ്ട് ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അതിന്റെ രക്തരക്ഷസ് ചേട്ടൻ അന്ന് പറയും, ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ ഇങ്ങനെ ശരിക്കും സിനിമ കാണുന്ന പോലെ യക്ഷി വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമായി. പക്ഷെ എന്തുകൊണ്ടോ ഒന്ന് കാണാൻ പറ്റിയില്ല. ഇതിപ്പോൾ ജയന്തേച്ചി ഭയങ്കര കരച്ചില്, ജയന്തേച്ചിക്ക് കണ്ടേ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് പേര്, ശ്രീരാമുണ്ട്, രേഷ്മിണ്ട്, പ്രേമേട്ടൻ, ശശിയേട്ടൻ്റെ ഭാര്യ മൊയ്തുണ്ണി അയിലക്കാട്. ഞാൻ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ഡൗൺലോഡ് ചെയ്ത് സമയമുള്ളപ്പോൾ കാണാറാണ് പതിവ്. ഈ അടുത്ത ദിവസമാണ് മൂന്നാർ ട്രിപ്പ് കണ്ടത്. എല്ലാ വീഡിയോകളും ഇഷ്ടമാണ്. പ്രധാനമായി അജുവുമായി സരിതയുടെ വാക്പോര് നല്ല രസമാണ് കേട്ടിരിക്കാൻ. രാത്രിയിൽ ഒറ്റയ്ക്ക് കിടന്ന് ചിരിച്ചിട്ടുണ്ട് പലപ്പോഴും. ബുദ്ധിപൂർവമായ സരിതയുടെ സംസാരം കേൾക്കാൻ രസമാണ്. മൂന്നാറിൽ പോയിട്ട് നല്ലൊരു വ്യൂ ഉള്ളത് കാണാതെ കസേരയുടെ ഭംഗി ആസ്വദിക്കുന്ന അജുവിനെ കണ്ടാൽ പിന്നെ ചിരി വരില്ലേ. അധ്വാനിക്കാൻ മടിയില്ലാത്ത അജു നല്ല മാതൃകയാണ്. സരിതയുടെ അച്ഛൻ അടിപൊളി. ആള് കുറേ വീഡിയോകളിൽ ഒരുമിച്ച് അടക്കാൻ വേണ്ടിയിട്ടേക്കണേ. ജഗ്ഗുവിന് ഒരുപാട് ഇഷ്ടം. മോൻ്റെ പെരുമാറ്റം ആരും ഇഷ്ടപ്പെടും. ഉന്നതിയിലെത്തട്ടെ. സദ്യ ഒരുക്കിയ ചേച്ചി അടിപൊളി. ബട്ടൂര കടലക്കറി ഉണ്ടാക്കിയ ചേച്ചി അടിപൊളി. പല വീഡിയോകളുടെ അഭിപ്രായമാണ്. വീഡിയോഗ്രാഫർ അടിപൊളി. ഞാൻ എടപ്പാട് അയിലക്കാട് എന്ന സ്ഥലത്താണ്. ഇനിയും കുറേ വീഡിയോകൾ കാണാനുണ്ട്. 1 by 1 ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും നല്ല വീഡിയോകൾ പിറക്കട്ടെ. ഇടയ്ക്ക് അജുവിൻ്റെ നാക്കുപിഴ കൂടി ഉണ്ടായാൽ ഉഷാർ. മഴ പോയപ്പോൾ കറണ്ട് പോയി എന്ന് പറഞ്ഞതുപോലെ. ഇപ്പൊ മഴ വന്നു, ഞങ്ങളിത് എടുത്തുകൊണ്ട് ഓടണ്ട, അവിടെ ഇരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞത് അത് പോയി. നമുക്ക് ഇവിടെ പെയ്യുമ്പോൾ വരട്ടെ. ഇപ്പം മരത്തിൻ്റെ അടിയിലായതുകൊണ്ട് മഴ കൊള്ളണില്ല. അടുത്തത് ശ്രീകല ഷാബു. ഗൗരവക്കാരനായ പുരുഷന്മാർക്കാണ് പണ്ട് മാർക്കറ്റ്. അന്നൊക്കെ ഭാര്യയെ സ്നേഹിക്കണം, കൂടെ ഇരിക്കണം എന്ന ആഗ്രഹമുള്ള പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമൂഹത്തിൻ്റെ കരാള ഹസ്തങ്ങളെ ഓർത്ത് പേടിച്ച് അടങ്ങിയിരുന്നതാണ്. ഇന്നത്തെ പുരുഷന്മാർ അങ്ങനെ പറയുന്നവരോട് പോയി പണി നോക്കാൻ പറയും. അതാണ് വ്യത്യാസം. അമ്മയോട് സ്നേഹമുള്ള എല്ലാ ആൺമക്കളും ഭാര്യയെയും സ്നേഹിക്കും. പിന്നെ ഈ പറയുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു സൗഭാഗ്യമില്ല. ആ സന്തോഷം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ അസൂയ അത്ര തന്നെ. നമുക്ക് കിട്ടാത്ത കാര്യം വേറെ ആൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ ഉള്ളൊരു ഫംഗസ് ബാധ, അത്രേ ഉള്ളൂ. സരിതയുടെ കാലുവേദന നിസ്സാരമായി കാണരുത് കേട്ടോ. കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കണം. നല്ല നല്ല അഭിപ്രായങ്ങളാട്ടതൊക്കെ. അടുത്തത് കാരക്കോട്ടിൽ. അജു ചേട്ടാ, നിങ്ങളെ പെൺകോന്തൻ എന്ന് വിളിക്കുന്നവരോട് ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം അവർ പറയുന്നതിലും ചെറിയ കാര്യമുണ്ടെന്ന്. അയ്യോ. അടുത്തത് ഷീജ മോഹൻദാസ്. അജു, മോഹൻലാൽ നിങ്ങളുടെ വീട് കണ്ടാൽ 50,000 രൂപ തന്ന് താമസിക്കും. അത്രയ്ക്കും ഭംഗിയാണ് നിങ്ങളുടെ വീടും പരിസരവും. അടുത്തത് നന്ദകുമാർ. ഹായ് സരിത, പ്രസവം കഴിഞ്ഞ് വന്നപ്പോൾ ബെഡ്ഷീറ്റ് മാത്രമാണോ കത്തിച്ചത് കളഞ്ഞത്, കൂടെ കട്ടിലും കത്തിച്ചോ? അത് പറഞ്ഞപ്പോൾ അജുവിന്റെ മുഖം. അടുത്തത് വിജിത രവീന്ദ്രൻ. ഈ മഴ കൂടിയിട്ടാ, ഇത് കൂടി. ഇത് എണീറ്റ് പോവാ. വെള്ളം വീണാൻ്റെ ശബ്ദം കേൾക്കാം. നോക്കി നോക്കാം നമുക്ക്. വെയിലുണ്ട്. വെയിലും മഴയും കുറുക്കൻ്റെ കൈയാണെന്ന് പറഞ്ഞ പോലെ. നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നിറഞ്ഞ മഴക്കാരുണ്ട്. അടുത്ത വിജിത രവീന്ദ്രൻ. ലവ് യു, ജസ്റ്റ് ലവ് യു ഗൈസ്. വെൻ യു ക്രൈ ഐ ക്രൈ, വെൻ യു സ്മൈൽ ഐ സ്മൈൽ ടു. ഫസ്റ്റ് കമന്റ് എവർ. നമ്മൾ കരയുമ്പോൾ ആളും കരയുന്നു, നമ്മൾ ചിരിക്കുമ്പോൾ ആളും ചിരിക്കുന്നു. മറിയം ജോർജ്. അജു, സരിത, ജഗ്ഗുമോൻ. സരിത കാൽവേദന മാറിയല്ലോ. സരിതയുടെ പാട്ട് നന്നായി.
അജു പറഞ്ഞ പോലെ മുള്ളൻ മീൻ പരന്നതായിരുന്നു. അതെ, അടിപൊളി മഴ, പൊന്മാൻ്റെ സൗണ്ട് എല്ലാം നല്ല രസമായിരുന്നു. ജഗ്ഗു മോൻ വീഡിയോ സൂപ്പർ, ലവ് യു ആൻഡ് ഗോഡ് ബ്ലസ് യു. സന്തോഷം. അടുത്തത് അജിത് രാജൻ. സരിതേ, ആ പാവത്തിൻ്റെ ചോറിൻ്റെ കൂടെ ഒരു ഉപ്പേരി വെച്ച് കൊടുത്തൂടെ മടിച്ചി, എപ്പോഴും ഒരു കറി മാത്രമല്ല, തൊടിയിന്ന് പച്ചക്കറി എന്തെങ്കിലും വെച്ചൂടെ ആണ് ചോദിക്കണേ. എന്നെ ശാസിച്ചതാണ് ആള്. അതെ, ചില ആളുകൾക്ക് ഒരു ചാറ് കൂട്ടാൻ, ഒരു ഉപ്പേരി കൂട്ടാൻ, ഒരു വറവ്, ഒരു പപ്പടം കാച്ചിയത്, ഒരച്ചാറ്, എന്നിട്ട് പറയാ ഒരു കൊണ്ടാട്ടം മുളക് വറുത്തത്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും, അതൊക്കെ വേണം, നല്ല ചോറുണ്ണാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനത്തെ യാതൊരു ഇതിലും ഒരു ഉപ്പേരി കൂട്ടാനും മതി, ഞങ്ങൾ ചോറുന്നു. ഇന്ന് പിന്നെ ഇപ്പോൾ ഒരു ഉപ്പേരി കൂട്ടാൻ രാവിലെ വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ ബാക്കി എന്തായാലും ഉച്ചയ്ക്ക് ഇരിക്കണ്ടാവും. അപ്പോൾ ഒരു ചാറ് കൂട്ടാനും വെച്ചു. ചിലപ്പോൾ എന്നിട്ട് ഈ ചാറ് കൂട്ടാൻ മാത്രം കൂട്ടിയിട്ട് ചോറിനുള്ള മീൻ കൂട്ടാനുണ്ടെങ്കിൽ പിന്നെ ചേട്ടന് അതിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടാനും വേണ്ട, വേറെ എന്ത് കൂട്ടാൻ വെച്ചാൽ അത് ബാക്കിയാവും. ഇന്നലെ രാവിലെ ആണെങ്കിൽ സാമ്പാർ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് തൊട്ടിട്ടില്ലേ. പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ ഈ അയിലും കൂട്ടാൻ വെച്ചത്. എന്നിട്ട് സാമ്പാർ കൂട്ടാൻ തൊട്ടുണ്ടാ ഇല്ല. അപ്പൊ വേറെ കൂട്ടാൻ വെക്കാണ്ടല്ല, അതുണ്ടെങ്കിലും അത് എടുക്കില്ല, അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ അങ്ങനെ ശീലിച്ചവരാ. നമ്മളിപ്പോൾ കാലത്തൊരു പെരി കൂട്ടാനുള്ള, അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ കൂട്ടാൻ വെച്ചില്ലേ ഉച്ചയ്ക്ക് അത് തന്നെ കഴിക്കും. ചിലപ്പോൾ ഒരു മുട്ട ഓംലെറ്റ് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതുകൊണ്ട് പോവും. ഞങ്ങൾ അങ്ങനെയാണ്, അങ്ങനെ ഇന്നതൊന്നും വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം ഒന്നും നിർബന്ധമില്ല കേട്ടാ. അതുകൊണ്ടാണ്. അടുത്തത് അനുരഞ്ജ് അനു. ജഗ്ഗു ക്യാമറ പൊളിച്ചു, ഒരു പ്രൊഫഷണൽ ക്യാമറാമാൻ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയുണ്ട്. അവന് ക്യാമറയിലൊക്കെ നല്ല ഐഡിയ ഉണ്ട് കേട്ടോ, അവരെ ഷോട്ടൊക്കെ എടുക്കാനൊക്കെ ആൾക്കറിയാം. ഓരോ കാഴ്ചകളും നന്നായി. സരിത ചേച്ചി ചെടികൾക്കിടയിലൂടെ നടന്നു വന്നതും അജയേട്ടൻ മീൻ കഴുകുമ്പോൾ ഇമ്രാനെ കാണിച്ചതും ഫ്ലാറ്റ്, മഴക്കാര്, മഴ എല്ലാം മികച്ച ഷോട്ടുകളായിരുന്നു. 400 പറ നെല്ല് കിലോയിലേക്ക് മാറ്റിയാൽ എത്ര കിലോ നെല്ലുണ്ടാകും അജയേട്ടാ? അത് 400 × 10 കണക്കാക്കിയാൽ 4000 കിലോ. അപ്പോൾ 4000 കിലോ നെല്ല്, അത് അരിയേക്ക് മാറ്റുമ്പോൾ ഒരു 1800 കിലോൻ്റെ അടുത്ത് വരുമായിരിക്കും അരി. അതെ, എന്താ അപ്പൊ പകുതിയിലധികം നെല്ലിന്റെ തൂക്കം പോവോ? തവിടേക്കായിട്ട് പോവും. തവിടുണ്ടല്ലോ അല്ലേ. അടുത്തത് സിജോ സോണി. കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിൽ നിന്ന് ഇങ്ങ് വന്നത്. ഇവിടെ 54 ഡിഗ്രിയാണ് ചൂട്. ആ കാറ്റും മഴയും എല്ലാം മിസ് ചെയ്യുന്നു. അന്നേരമാണ് ഇപ്പോൾ കാറ്റും മഴയും. എന്നാ സുഖം. രാജലക്ഷ്മി പ്രേമചന്ദ്രൻ. മോഹൻലാൽ വീട്ടിൽ വരാൻ പറയൂ അജു, അദ്ദേഹത്തിന് അജുവിൻ്റെ വീടും ചുറ്റുപാടും കണ്ട് ആള് വീണു പോകും. അത്ര ബ്യൂട്ടിഫുൾ ആണല്ലോ നിങ്ങളുടെ കോമ്പൗണ്ട്. അടുത്ത കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ കമന്റ് കേട്ടാ. ബിന്ദു ധനജൻ. അജു, ലാലേട്ടൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ. തിരിച്ചു വന്നതിന് ശേഷം വെട്ട സിനിമയിൽ ദിലീപ് പറയുന്ന പോലെ 37,000 രൂപയ്ക്ക് എത്ര തേങ്ങ വാങ്ങായിരുന്നു, എത്ര മാങ്ങ വാങ്ങായിരുന്നു എന്നൊക്കെ പറയാതിരുന്നാൽ മതിയായിരുന്നു. അതിന് 1450 രൂപയ്ക്ക് എത്ര ഇങ്ങനെ പറയില്ലേ? അതന്നെ. അടുത്തത് സോണിജി. അജു മൊയിലാളി, ഈ 450 പറ എത്ര ഏക്കർ വരും? എത്ര ഏക്കറൊന്നും ഇല്ല, ഏക്കർ കണക്കിനുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു കണ്ടമാനം. ഇവിടെ 5 പറ ഇല്ലാട്ടാ, ഇവിടെ കുറെ ഉണ്ടായിരുന്നു നെല്ല്. അവിടെ ഉണ്ട് 110, 11 പറക്കി. കോളില് 11 പറക്കിണ്ട്. ഇവിടെ അതിലും കൂടുതലുണ്ട്. എല്ലാം കൂടിയിട്ടാകുമ്പോൾ അത്രയ്ക്ക് വരും. അടുത്തത് റജി രാജൻ. ഞങ്ങൾ പാവങ്ങളാണ് എന്ന ഒരൊറ്റ ഡയലോഗിലൂടെ രണ്ടുപേരും കൂടിയുള്ള ഒരു ഗുസ്തി ഒഴിവായി. പക്ഷേ ആ ഒരു ഡയലോഗിലൂടെ ഒളിഞ്ഞിരിക്കുന്ന സരിതയുടെ ഒരു താങ്ങുണ്ടെന്ന്. താങ്ങല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ. നമ്മൾ പാവങ്ങൾ, നമുക്ക് ഇങ്ങനെ നെല്ലും കൊയ്ത്തും കൃഷിയും അതൊന്നുമില്ല. നമുക്ക് ആകെപ്പാടെ ഒരു 7 സെൻറ്റ് സ്ഥലം വീടുള്ളൂ. അപ്പം നമുക്ക് അച്ഛൻ പണിത് കൊണ്ടുവരുന്ന കാശ് കൊണ്ട് വേണം നമ്മുടെ കുടുംബം കഴിയാൻ. അപ്പോൾ റേഷനരിയെ നമുക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്തത് സംഗീത സന്ദീപ്. നിങ്ങൾ അയലക്കറി വെക്കുമ്പോൾ ഞാൻ കൊഴുവ പീര വെക്കുന്നു. അവിടെയും നാടൻ ഇവിടെയും നാടൻ. മുള്ളം കാണുമ്പോൾ പണ്ട് അമ്മൂമ്മ വറുത്ത് അടിച്ചട്ടി പലകയിൽ കാന്താരി കൂട്ടി കയ്യിൽ കന കൊണ്ട് അരച്ചൊരു ചമ്മന്തി. ഓ, എന്താ രുചി ഓർക്കുമ്പോൾ. പിന്നെ എല്ലാവർക്കും പഴയകാല ഓർമ്മകൾ എന്നും വിലപ്പെട്ടതാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ അമ്മ പോയി. അമ്മമ്മയുടെ കൂടെയാണ് 19 വയസ്സ് വരെ. ഞങ്ങളുടെ അന്നത്തെ ഭക്ഷണം സ്കൂളിൽ നിന്ന് കഞ്ഞിവെള്ളം കാടിയായി തരും. അതിൽ 2 ബക്കറ്റിൽ
വെള്ളത്തിൻ്റെ അടിയിൽ നിറയെ ചോറാണ്. ടീച്ചർ അറിയാതെ വെള്ളം ഒഴിച്ച് തരുന്നതാണ്. അന്ന് വെള്ളം ഒഴിച്ച് ഒറ്റി വൈകുന്നേരവും കാലത്ത് സ്കൂളിൽ കൊണ്ടുപോകും. പക്ഷേ സാറ്റർഡേ സൺഡേയും അത് ഉണ്ടാവില്ല. അന്ന് റേഷൻ കൊണ്ട് കഴിയും. നല്ല കുത്തരി കിട്ടുന്നത് കൊയ്ത്തുള്ളപ്പോൾ മാത്രം. 4 പറ ആകുമ്പോൾ 1 പറ നമുക്ക് കിട്ടും. ഞങ്ങൾ ആ സമയത്ത് സ്കൂളിൽ പോവില്ല, കുത്തരി കഴിക്കാലോ. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്ത ഒന്നാണ് ഇത്തരം അനുഭവങ്ങൾ. അതിൻ്റെ കുറവ് ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. തീർച്ചയായിട്ടും പിള്ളേർക്ക് ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളിതൊന്ന് പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുടെ കാലത്തെ ദാരിദ്ര്യം പറയുമ്പോൾ നമ്മളതിങ്ങനെ കഥകളിങ്ങനെ കേട്ടിരിക്കും. നമ്മളറിയാണ്ട് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ ഒഴുകും. അമ്മ പറഞ്ഞേക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മയുണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ആ കാലം ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അത് പറഞ്ഞേക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. നമ്മളത് കേട്ടിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കേൾക്കാൻ തന്നെ അവർ ഇരുന്ന് തരില്ല. എല്ലാം ഉള്ളത് കൊണ്ട് ഒന്നിൻ്റെയും വില അറിയില്ല. സഹിക്കാനുള്ള കഴിവുമില്ല. അതന്നെ അവർക്ക് അത് ഒരു സാധനം വേണമെന്ന് പറയുമ്പോഴേക്കും അത് അവർക്ക് കിട്ടണം. അതല്ലെങ്കിൽ അവർക്ക് നമ്മൾക്ക് ഇത് എവിടെ നിന്നായി എങ്ങനെയാണ് നമ്മൾ ഈ പൈസ ഉണ്ടാക്കണേ ഒന്നും പിള്ളേർക്ക് അറിയണ്ട. അപ്പോഴേക്കും അവർക്ക് ആ പറയുമ്പോഴേക്കും ആ സാധനം കിട്ടണം അല്ലേ. കൊടുത്ത് പഠിപ്പിക്കുമ്പോഴാണ് സോറി നിങ്ങളുടെ ഓർമ്മകൾ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ഓർത്തു പോയതാണ്. അതുകൊണ്ട് എഴുതിയതാണ്. നിങ്ങളെ ഒത്തിരി ഇഷ്ടം. ഒരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. സോറിയൊന്നും വേണ്ട. ചേച്ചിയുടെ അനുഭവങ്ങൾ ചേച്ചിന്ന് വിളിക്കാൻ പോകുന്നു എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ പ്രായവും ചിലപ്പോൾ എൻ്റെ അനിയത്തിയാവില്ല. പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ചിലപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഒക്കെ ചിലപ്പോൾ പ്രായവും തോന്നുന്നു അല്ലേ. വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് അത്. ഞാൻ ഇവിടെയൊക്കെ 5-1 ആയിരുന്നു. 5 പറ നെല്ല് നമുക്ക് അളക്കുമ്പോൾ, അതായത് ഉടമസ്ഥനെ അളക്കുമ്പോൾ 1 പറയാണ് അവിടേക്ക് പോവുക പണിയെടുക്കുന്നവർക്ക്. അങ്ങനെയായിരുന്നു. 6-1 ആദ്യം, പിന്നെ അത് 5-1 പിന്നെ 4-1 എനിക്ക് ഓർമ്മയില്ല. ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഇല്ല. അപ്പം അത് കിട്ടിയിട്ട് ആ നെല്ല് എന്തോരം കൊയ്തിട്ടുണ്ടാക്കിയാലാണ് ഇവർക്ക് ഇത്രയും കുറവ് കിട്ടാന്ന് അറിയണല്ലോ. അത് കൊണ്ടുപോയി കുത്തി അരിയാക്കി വൈകുന്നേരം കൊണ്ടുപോയി കഞ്ഞി വെച്ച് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുക. എന്തെല്ലാം പണികളായിരുന്നു. നെല്ല് കുത്തുന്നത് ഈ ഓരലിലാണ് ഇടിക്കുക ചിലര്. കുറെ കഞ്ഞെള്ളം കുറച്ച് പറ്റും കിട്ടിയ ഭാഗ്യം. പിന്നെ ഈ ചമ്മന്തി അരക്കുന്നത്, ചമ്മന്തി കോരിപ്പലയില് ചമ്മന്തി അരക്കുന്നത്, അത് നമുക്ക് ആ ഉണക്കമുള്ള വെച്ചിട്ട് കയ്യിലോണ്ടേ ചിരട്ട കയ്യിലോണ്ട് ചമ്മന്തി അരക്കണം കേട്ടോ. അത് ഭയങ്കര രസം. അത് ഓർമ്മകള്. ഇവിടെ ജഗ്ഗു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിലെ തന്നെ ഒരു സാധനത്തിന് പോലും വാശി പിടിച്ച് കരയാറില്ല. അത് കുഞ്ഞിതിലെ തന്നെ അവനെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുണ്ട്. വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. അവർക്ക് 6 വേണമെന്ന് പറഞ്ഞിട്ട് ഒറ്റവട്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില്. ആ മറ്റേ റിലീഫിൽ പോയിട്ട് 25,000 വരെ BMW കാറ് കയറിയിരുന്ന് ബാറ്ററി കാറിൽ ഓടിപ്പിക്കണത്. അപ്പം അത് എനിക്ക് എന്നിട്ട് അത് കരഞ്ഞൊക്കെ വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടാ സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ഒരെണ്ണം എപ്പോഴേലും വാങ്ങിച്ച് കൊടുക്കണം എന്നൊക്കെ. പക്ഷെ അവൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പം നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ ഇനിയിപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രായം കഴിഞ്ഞു പോയി അവൻ്റെ. അപ്പം അന്നാണ് ആള് അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ച് വലിച്ചൊരു കണക്കിനാണ്. അത് ഞങ്ങൾ എന്തിട്ടൊക്കെ സാധനങ്ങൾ ഞാനും അമ്മയും കൂടി വാങ്ങിക്കണം അത്രയും സമയം അവൻ അതിൽ കയറി നിന്ന് കളിച്ചിട്ടേ അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അല്ലാണ്ട് അവനൊന്നും പറയാറില്ല വേണമെന്ന്. ഒറ്റ സാധനം പറയാറില്ല. അതിങ്ങനെ അച്ചേട്ടനെ പേഴ്സ് എടുത്ത് കാണിച്ചു കൊടുക്കും. കണ്ട ഉണ്ണിയെ അച്ഛൻ്റെ ഒറ്റ കാശൂല്ല. അപ്പം എന്തുട്ടാ നമ്മൾ ചെയ്യുക. അപ്പം അതിൻ്റെ മനസ്സിലത് പതിഞ്ഞു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും വല്ലതും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇതുണ്ടല്ലോ പിന്നെന്തിനും എനിക്ക് വേറെ ഇത് മതി. ഇതുകൊണ്ട് ചെരുപ്പൊക്കെ കുത്തി കയറ്റിട്ടൊക്കെ സ്കൂളിലേക്ക് ഇട്ടിട്ട് പോകും. അപ്പോൾ ചെരുപ്പ് ചെറുതാകുമ്പോൾ പുതിയത് വാങ്ങിക്കാമെന്ന് പറഞ്ഞാലും എന്തുകൊണ്ടിപ്പോൾ പുതിയ ചെരുപ്പ് തന്നെ പോരാ, എന്തിനു വെറുതെ കാശ് കളയണേന്ന് ചോദിക്കും. അപ്പം അവനങ്ങനെ ഒരു സമാധാനം, ഒരു സാധനം വേണമെന്ന് പറയും. ഇപ്പോഴത്തെ കുട്ടികളുടെ പോലെ അല്ലെങ്കിൽ ബ്രാൻഡഡ് സാധനം വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയില്ല ഇപ്പോഴത്തെ കുട്ടികൾ. അങ്ങനെ സാധനങ്ങളെ ഇടൂ എന്നൊക്കെ. ഇതൊന്നും എങ്ങനെയും പോകുമ്പോൾ അമ്മ ആ ഡ്രസ്സ് എടുത്തതായോ, നമ്മൾ ഏതാ എടുത്തു കൊടുക്കണം അത് എടുത്തിട്ടു. അത് തന്നെ. അടുത്തത് ലീലാവതി പി. സരിതയുടെ പാട്ട് കേൾക്കാൻ കാത്തിരിക്കരുത്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, സന്തോഷമുണ്ട് സരിതേ. അടുത്തത് ജാൻസി ജെയ്സൺ. പപ്പടം വറുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, തണുത്തു പോകാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. ഒന്ന് ചെയ്ത് നോക്ക്. എൻ്റെ ഈ മെസ്സേജ് ഒന്ന് വായിക്കാമോ? നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയുണ്ടല്ലേ. ഞാൻ പണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും തണുത്തല്ലേ. നമുക്ക് നോക്കി, നമ്മൾ ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. നമ്മളതൊരു ചെപ്പിലാക്കിയിട്ടേ അടച്ചേക്കും. അപ്പം അത് കാറ്റുകൊള്ളാണ്ട് അത് നല്ല ഇതായിട്ടിരിക്കും. ഇതെന്തിട്ടാ ഉണ്ടായെന്നറിയോ? ആകെ 4 പപ്പടമുള്ളൂ. ഒരു ചെപ്പിലിട്ടേക്കാളൊന്നുമില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ സാമ്പാറാണ്, പപ്പടം കൂട്ടി കുഴച്ച് ചോറുണ്ടല്ലോ. അപ്പം അത് ഞാനൊരു പാത്രത്തിലാണ് കാച്ചി വെച്ച ഒരു കിണ്ണത്തിൽ. അതാണെങ്കിൽ കാലത്ത് എല്ലാവരും എടുത്തൂല്ല. ജഗ്ഗു തൊട്ട് കഴിച്ച രാവിലെ
ജഗ്ഗു വേറെ എന്തോ ആണ് കഴിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ജഗ്ഗു സാമ്പാറും പപ്പടമൊന്നും എടുത്തില്ല, ചേട്ടൻ മാത്രം കഴിച്ചതെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ രാവിലത്തെ ഭക്ഷണം വേറെയാണ്, എൻ്റെ ഭക്ഷണം വേറെയാണല്ലോ, അതുകൊണ്ട് ഞാനും അത് എടുത്തില്ല. അതുണ്ടായ ഹോം കുക്കിംഗ്. പണമുള്ളവർക്ക് എല്ലാ ജില്ലയിലും എല്ലാ സംസ്ഥാനത്തും ഒക്കെ ഓരോ വീടുകൾ, അതുപോലെ ലക്ഷദ്വീപ് മാലദ്വീപ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലെ 2ഉം 3ഉം ഒക്കെ വീടുകളുണ്ട്. എന്നിട്ട് സീസൺസ് മാറുമ്പോൾ വീടുകളിൽ മാറി മാറി താമസിക്കും. എന്നാൽ ഞങ്ങളെപ്പോലെ സ്വന്തമായി വീടില്ലാത്തവർ ഓരോ കൊല്ലം തോറും വീടുകൾ മാറി മാറി താമസിക്കും. വാടക വീടേ. എന്താല്ലേ മനുഷ്യരുടെ അവസ്ഥ? വീടുള്ളവർക്ക് വീടുള്ളതിനാൽ ഉള്ള ബുദ്ധിമുട്ട്, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. നിങ്ങൾക്കും വീട് ശരിയാവും. അതെ, പ്രാർത്ഥിക്കാം. സുമന മാത്യു. ടുഡേസ് വീഡിയോസ് അമേസിങ്. കുക്കിംഗ്, മ്യൂസിക്, റെയിൻ എക്സെട്ര ഫീൽസ് ഗുഡ്. റിയലി മിസ്സിങ് മൈ കേരളം. ശോഭ ദയാനന്ദ്. എനിക്ക് നിങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ആരും ഇഷ്ടമല്ല. ആർക്കും ഒന്നും തോന്നണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരാണ് ഇവർ. അജു, സരിത, ജഗ്ഗുമോൻ. എല്ലാവർക്കും എല്ലാവിധ സുഖവും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല പിന്നെ എനിക്ക് വേറെ ഒരാളെയും കാണണ്ടെന്ന്, നിങ്ങൾ എന്നെ കണ്ടാൽ മതി. അല്ല. മാധവിക്കുട്ടി, നമ്മുടെ മാധവിക്കുട്ടി ചേച്ചി. എപ്പോഴും ഹാപ്പി ടീം 3 പേരും. നർമ്മ സല്ലാപങ്ങളാണ് ഏറ്റവും ഹൃദ്യം. സരിതയ്ക്കിടയ്ക്കിടെ സെന്റിമെന്റ്സ് ആൻഡ് ഫീലിങ്സ് വരുന്നത് അജുവിനൊരു രസമാണ് എന്ന് വ്യക്തം. പക്ഷെ സാന്ത്വനങ്ങൾ അപ്പോൾ തന്നെ അജു കൊടുക്കുന്നത് കാണാൻ ഏറെ കൗതുകമാണ് കേട്ടോ. അടിപൊളി. അടുത്ത അജീഷ് ഈസി. നമസ്കാരം. ചേട്ടൻ തീപ്പെട്ടി ഉരയ്ക്കുന്നതും ചെടികളുടെ ഇടയിലൂടെ ചേച്ചി സ്ലോ മോഷനിൽ വരുന്നതും അപ്പോഴുള്ള മ്യൂസിക്കും സൂപ്പറായിട്ടുണ്ട്. ചേച്ചിയും പൊന്മാനും ഇന്ന് കളർ മാച്ച് ആണല്ലോ. ബ്ലൂ ആയിരുന്നോ? അടുത്തത് ശ്രീജ. വീഡിയോ സ്റ്റാർട്ടിങ് ചാർലിയുടെ കോട്ടുവ. മീൻകറി സൂപ്പർ. ഇവിടെ കോക്കനട്ട് നന്നായി അരച്ച് ചേർക്കും. മല്ലിപ്പൊടി ചേർക്കില്ല, താളിക്കാറില്ല. ചില മീൻ കടുക്, ഉലുവ, ഓയിൽ പൊട്ടിച്ച് ചേർക്കും. കാണുമ്പോൾ നിങ്ങളുടെ കറി പോലെ സുന്ദരി ആയിരിക്കും. അജുവിൻ്റെ ടങ് ട്വിസ്റ്റ്. പുലേനാർ മണിയമ്മ സൂപ്പർ. ദശരഥം ഫിലിമിലെ മന്ദാര ചെപ്പുണ്ടോ പാടുമോ. മൈ ഫേവറേറ്റ് സോങ്. സൂപ്പർ എഡിറ്റിംഗ്, സോങ് ആൻഡ് കിളിയുടെ സൗണ്ട് ഒക്കെ സൂപ്പർ. മ്യൂസിക് ഇട്ടതാണ് എന്ന് വിചാരിച്ചു. മ്യൂസിക് ഇട്ടതാണെന്ന് വിചാരിച്ചു, കിളിയുടെ സൗണ്ട് ആണെന്ന് പിന്നെയാണ് മനസ്സിലായത്. ബ്യൂട്ടിഫുൾ. ജഗ്ഗുവിന് മീൻകറി വേണ്ടേ? അവൻ സാമ്പാർ കൂട്ടി ചോറുണ്ട് ഉച്ചയ്ക്ക്. അടുപ്പ് കത്തിക്കട്ടെ. സീൻ കാണാൻ നല്ല രസമുണ്ട്. എൻജോയ്ഡ് യുവർ ടുഡേ വീഡിയോ. അടുത്തത് ദിവ്യാനിൽ. അജുവേട്ടൻ പറഞ്ഞ ശരിയാ. തീപ്പെട്ടിക്കൊള്ളി മരുന്നും കുറഞ്ഞു, എണ്ണവും കുറഞ്ഞു. പിന്നെ അജുവേട്ടൻ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടി, ഓരോ കൊള്ളിയും പണ്ടത്തേക്കാൾ മെലിഞ്ഞും പോയി. ശ്രദ്ധിച്ചുരച്ചില്ലെങ്കിൽ അപ്പം പൊട്ടിപ്പോ. ബിസിനസ് ട്രിക്ക് അതാണ്. അത് എന്തുട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനേക്കാളും ഭേദം പൈസ കൂട്ടിയിട്ട് ക്വാളിറ്റിയിലുള്ള സാധനം തന്നെ ഇറക്കി കൂടെ അല്ലേ. ഇപ്പൊ 50 പൈസ എത്രയോ തീപ്പെട്ടിയുടെ വില? പണ്ട് ഒരെണ്ണത്തിന് 50 പൈസ, അങ്ങനെ എത്രയോ. അതിന് പകരം അവർക്ക് മുതലാവണ പൈസയെ കൂട്ടിയാൽ മതി അല്ല. എന്നിട്ട് ഇപ്പം ആളുകൾ ഇപ്പം ഇങ്ങനത്തെ അല്ലാണ്ട് വില കൂടുതലുള്ള സാധനങ്ങൾ വാങ്ങിക്കും. നീളത്തിലുള്ള വലിയ വേറെ തീപ്പെട്ടിയില്ലേ അത്. എപ്പോഴായാലും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ളത്. നമ്മുടെ രാജലക്ഷ്മി ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അത് വീഡിയോയിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട്. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുള്ള നല്ല സാധനം വെക്കുക, അതിനനുസരിച്ചിട്ടുള്ള വിലയും വെക്കുക. ആളുകൾ നിത്യോപയോഗ സാധനം ആളുകൾ വാങ്ങിക്കുന്ന എന്തായാലും തീപ്പെട്ടിക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പം അങ്ങനെ കഴിഞ്ഞു. അപ്പം നമ്മൾ അവിടെ വന്ന് ഇങ്ങോട്ട് ചാടി അവസാനിപ്പിച്ചു. മഴ മാറി, അപ്പം ഇറങ്ങിയാലോന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കമൻറ്റും കൂടി എല്ലാം ഉള്ളൂ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു. പുറത്തിരിക്കണതിൻ്റെ ഭംഗി എന്തായാലും ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാവില്ല. മഴ പെയ്യണ്ട, എന്നാലും ഞാൻ വിയർക്കാം. ഈ ചാക്ക് പോലത്തെ സാധനം ഇട്ട് ഇരിക്കണ ആരുണ്ടേ, പിന്നെ കറുപ്പല്ലേ. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ ഞങ്ങളുടെ നാളെ നാടകം കണ്ടിട്ട് നമ്മൾ വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.